ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് വേൾഡ് ജോഗ്രഫിയിലെ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ തുടക്കമാണ്. കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക് ഒരുപാട് വലുതായി പോകാണ്ടിരിക്കാനായി നമ്മൾ ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഭാഗം, അതായത് പർട്ടിക്കുലർലി കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിയിരുന്നത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, വാതകങ്ങൾ എന്തൊക്കെയാണ്, ആ വാതകങ്ങൾ എത്രത്തോളം അളവിൽ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ, ആ വാതകങ്ങളുടെ പ്രധാനപ്പെട്ട റോൾ എന്തൊക്കെയാണ് തുടങ്ങിയ വസ്തുതകൾ ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേ അന്തരീക്ഷത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. അതായത് അന്തരീക്ഷം എന്ന ഭൂമിയെ ചുറ്റി നിൽക്കുന്ന ഈ വലിയൊരു ബ്ലാങ്കറ്റ് എസെൻഷ്യലി ഒരു സിംഗിൾ ലെയറായിട്ടല്ല നിലനിൽക്കുന്നത്, പകരം ഒട്ടനവധി ലെയേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഈ പറയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പം അന്തരീക്ഷത്തിൽ ഈ പറയുന്ന വെവ്വേറെ തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തതകൾ അടങ്ങുന്ന പലതരത്തിലുള്ള ലെയേഴ്സ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണാൻ പറ്റും. ആ അന്തരീക്ഷത്തിലെ ഓരോരോ ലെയേഴ്സിനെയും പറ്റിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വേൾഡ് ജോഗ്രഫിയിലെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക്കിലേക്ക് വീണ്ടും സ്വാഗതം. PYQസും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വീണ്ടും PYQസിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഡിസ്കസ് ഇൻ ദ സെൻസ് പറഞ്ഞു തന്നിരുന്നതുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ പറഞ്ഞതാണ് പലതരത്തിലുള്ള വാതകങ്ങളും ഡസ്റ്റ് പാർട്ടിക്കിൾസും സ്മോക്കും ആഷും അങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് അടങ്ങുന്നതാണ് നമ്മുടെ അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിന്റെ കോമ്പോസിഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ടു ബി വെരി പ്രിസൈസ്, ഒരു 90 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ വരെയുള്ള പ്രദേശം എന്ന് പറയുന്നത്, 90 കിലോമീറ്റർ എന്നാണ് ചില നോട്ടിൽ കാണാൻ സാധിക്കുക, എന്നാൽ 100 കിലോമീറ്റർ എന്നായിരിക്കും ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണാൻ സാധിക്കുക. നിങ്ങളൊന്ന് 90 മുതൽ 100 വരെ എന്ന ഒരു അളവ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 90 മുതൽ 100 കിലോമീറ്റർ വരെ വരുന്ന ഉപരിതലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഉപരിതലത്തിലോ മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അന്തരീക്ഷത്തിന്റെ കോമ്പോസിഷൻ മോർ ഓർ ലെസ് യൂണിഫോം ആയിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഘടകങ്ങളാണോ അന്തരീക്ഷത്തിലുള്ളത്, ആ ഘടകങ്ങൾ ഈ പറയുന്ന ഡിസ്റ്റൻസിലുടനീളം ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും കാണുക. ഇപ്പോൾ 78% നൈട്രജൻ എന്ന് പറയുന്നത് ഈ 90 കിലോമീറ്ററിൽ എവിടെ നോക്കിയാലും ഈ 78% നൈട്രജൻ്റെ പ്രസൻസ് നമ്മൾ എടുക്കുന്ന കുറച്ച് എയറിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് കോമ്പോസിഷൻ മോർ ഓർ ലെസ് യൂണിഫോം ആയിട്ട് നിലനിൽക്കുന്ന മേഖലയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 90 അല്ലെങ്കിൽ 100 കിലോമീറ്റർ മുകളിൽ വരെ വരുന്ന പ്രദേശം എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോസ്ഫിയർ. എന്ത് വിളിക്കും അതിനെ? ഹോമോസ്ഫിയർ. ഡിഫറെൻറ്റ് ലെയേഴ്സിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ, നിങ്ങൾ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഈ ഹോമോസ്ഫിയർ എന്ന് പറയുമ്പോൾ എസെൻഷ്യലി നമ്മുടെ അന്തരീക്ഷ പാളികളിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്ന പോലെ അന്തരീക്ഷ പാളികളിൽ ട്രോപ്പോ, സ്ട്രാറ്റോ, മീസോ എന്ന് പറയുന്ന ഏകദേശം 90 കിലോമീറ്റർ റേഞ്ച് വരെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം മിസോസ്ഫിയറിന്റെ അറ്റം വരെയും നമുക്ക് ഈ ഹോമോ ജീനസ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ വാതകങ്ങളുടെ കാര്യത്തിലും മറ്റുമൊക്കെ കാണാൻ സാധിക്കും എന്നൊരു എന്താ പറയുക, ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇതിന് ശേഷം ഈ 90 കിലോമീറ്റർ വരെയുള്ള മേഖല അന്തരീക്ഷത്തെ ഘടകങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഹോമോജീനസ് എന്ന് വിളിച്ചു. ആ പ്രദേശത്തെ ഹോമോജീനസ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അത് ഹോമോസ്ഫിയർ എന്ന് വിളിച്ചു. ഈ മേഖലയ്ക്ക് പുറമെയുള്ള ഏരിയാസ്, അതായത് ഇതിന് പുറത്ത്, ഇതിന് മുകളിലേക്കുള്ള മറ്റ് മേഖലകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് കോമ്പോസിഷൻ യൂണിഫോം ആണെന്ന് പറഞ്ഞുവെങ്കിൽ മുകളിലേക്കുള്ള കോമ്പോസിഷൻ സ്വാഭാവികമായിട്ടും നോൺ യൂണിഫോം ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ആ നോൺ യൂണിഫോം ആയിട്ടുള്ള കോമ്പോസിഷൻ വരുന്ന മേഖലയാണ് നമ്മൾ ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കുക. അപ്പോൾ അന്തരീക്ഷ പാളികളെ ബേസിക്കലി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഒന്ന് ഹോമോസ്ഫിയർ, രണ്ട് ഹെറ്ററോസ്ഫിയർ. ഒന്ന് ഹോമോസ്ഫിയർ, രണ്ട് ഹെറ്ററോസ്ഫിയർ. അപ്പോൾ ഈ ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് ആരായിരുന്നു? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഘടകങ്ങൾ മോർ ഓർ ലെസ് യൂണിഫോം ആയിട്ട് കാണപ്പെടുന്ന മേഖലയെ വിളിച്ച പേര് ഹോമോസ്ഫിയർ. ഈ ഒരു 90 കിലോമീറ്റർ അകലത്തിന് മുകളിലായി കാണപ്പെടുന്ന കോമ്പോസിഷനിൽ യൂണിഫോമിറ്റി ഇല്ലാതെ നിൽക്കുന്ന മേഖല, അതിനുശേഷമുള്ള എല്ലാ മേഖലകളെയും നമ്മൾ പൊതുവെ എന്ത് വിളിക്കും? ഹെറ്ററോസ്ഫിയർ എന്നും വിളിക്കുന്നു പറഞ്ഞിരിക്കാം. ദി ഹോമോസ്ഫിയർ is the lower part of the atmosphere where turbulent mixing
കീപ്സ് ഗ്യാസ് കോമ്പോസിഷൻ റിലേറ്റീവ്ലി യൂണിഫോം. അതായത് നമ്മൾ പറഞ്ഞല്ലോ കോമ്പോസിഷൻ ഏറെക്കുറെ യൂണിഫോം ആയിട്ട് നിൽക്കുന്ന മേഖലയാണ്. എന്തുകൊണ്ട് യൂണിഫോം ആകുന്നു? ഈ മിക്സിങ് വളരെ ടർബുലന്റ് ആയിട്ട് നടക്കുന്ന ഭൂമിയുടെ അടുത്ത പ്രദേശങ്ങളിലായിട്ട് നിൽക്കുന്ന സ്ഥലമാണല്ലോ ഹ്യൂമോജൻ. അതുകൊണ്ട് തന്നെ വല്ല ഇപ്പോൾ കാറ്റും മറ്റ് പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻസും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഭൂമിയുടെ ഉപരിതലത്തോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള മിക്സിംഗ് ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് വിൽ ടേക്ക് പ്ലേസ്. ഗ്യാസ് പാർട്ടിക്കിൾസ് നല്ലപോലെ മിക്സ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ വേണ്ടുവോളമുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ മിക്സിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോമോജിനിറ്റി, ഒരു 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 എന്താ പറയുക ഒരുപോലെയുള്ള തരത്തിലുള്ള കോമ്പോസിഷൻ എല്ലായിടത്തും നല്ലപോലെ മിക്സ് ചെയ്യുന്നു എന്ന് പറയില്ലേ, അത് തന്നെയാണ് കാരണം. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. While the heterosphere is the upper layer above 980 to 100, അതായത് above 100 kilometers, where gases stratify by molecular weight, with lighter gases like hydrogen and helium at higher altitude and heavier gases like nitrogen and oxygen at lower altitudes. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം എടുത്തു വെച്ച് പഠിച്ചോണം. ഹോമോസ്ഫിയർ എന്ന് പറയുന്ന മേഖലയിൽ ഗ്യാസസിന് ഒരു യൂണിഫോം മിക്സിംഗ് ഉണ്ട്. ടർബുലന്റ് ആയിട്ട് അവർ കിടന്ന് മിക്സ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു യൂണിഫോം കോമ്പോസിഷൻ അവിടെ കാണാൻ പറ്റും. എന്നാൽ ഹെറ്ററോസ്ഫിയർ, അതായത് ഈ ഒരു 90 കിലോമീറ്ററോ 100 കിലോമീറ്ററോ മുകളിലോട്ടുള്ള മേഖലകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യപ്പെടുക. എന്ന് പറഞ്ഞാൽ ഈ ഒരു 90 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ കാറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ എല്ലാ പാർട്ടിക്കിൾസും മിക്സ് ചെയ്ത് കാണാൻ പറ്റും. അതായത് ഗ്രൗണ്ടിൽ നിന്ന് 90 കിലോമീറ്റർ വരെയുള്ള ഈ ഒരു ഹൈറ്റിൽ ഞാൻ ഈ ഭാഗത്തൊരു 1 കിലോഗ്രാം മാസ് എയർ എടുത്ത് നോക്കിയാൽ അതിനകത്ത് 78% നൈട്രജനും പിന്നെ 21% ഓക്സിജനും തന്നെയാണ് കാണാൻ പറ്റുക. ഇവിടെ എടുത്ത് നോക്കിയാലും ഈ ഒരു പ്രദേശത്തെടുത്ത് നോക്കിയാലും അതേ കോമ്പോസിഷൻ തന്നെയാവും കാണാൻ പറ്റുക. അതായത് ഏത് സ്ഥലത്ത് ഞാൻ എയറിനെ പരിശോധിച്ചാലും ഒരേ തരത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. ഇതാണ് ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞിരുന്നത്. ഇതിന് മുകളിലേക്കുള്ള പ്രദേശത്തേക്ക് എവിടെ പോയി നോക്കിയാലും ഇവിടെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത് മോളിക്കുലാർ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മോളിക്കുലാർ വെയിറ്റ് വരുന്നില്ല? കാരണം തറോ ആയിട്ടുള്ള മിക്സിംഗ് ഇന്ന് നടക്കുന്നുണ്ട്. ഹോമോസ്ഫിയറിൽ ഗ്രൗണ്ടിനോട് അടുത്തുള്ള സ്ഥലത്ത് തറോ ആയിട്ടുള്ള മിക്സിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോളിക്കുലാർ വെയിറ്റിൽ അറേഞ്ച്മെന്റ് കാണാത്തതെന്നാളാണ്. മുകളിലാവുമ്പോൾ ഈ പറയുന്ന മിക്സിങ്ങിനുള്ള പ്രോബബിലിറ്റി കുറവാണ്. ഇങ്ങനെ തറവായിട്ട് മിക്സ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് 90 കിലോമീറ്റർ മുകളിലേക്കുള്ള ഉയരങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ടിക്കിൾസ് കാണുന്നത് ഹെവിയർ പാർട്ടിക്കിൾസ് ഈ താഴെ തലങ്ങളിൽ അറേഞ്ച് ചെയ്യപ്പെടുകയും ലൈറ്റർ പാർട്ടിക്കിൾസ്, ഭാരം കുറഞ്ഞ പാർട്ടിക്കിൾസ് മുകളിലായിട്ട് കാണുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ 1 കിലോ എയർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലൈറ്റർ മോളിക്യൂൾസ്, ലൈറ്റർ പാർട്ടിക്കിൾസ് ലൈക്ക് ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ പോലുള്ള ലൈറ്റർ പാർട്ടിക്കിൾസ് ആയിരിക്കും ഇവിടെ കാണാൻ പറ്റും. പക്ഷെ നൈട്രജൻ ഒന്നും ഇവിടെ കാണൂല. എന്നാൽ ഈ ഒരു ഭാഗം ഞാൻ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ 1 കിലോഗ്രാം എടുത്ത് നോക്കിയാലോ അതിൽ കൂടുതലും നൈട്രജനും ഓക്സിജനും ഒക്കെ പോലുള്ള ഹെവിയർ മോളിക്യൂൾസ് ആയിരിക്കും താഴെ കാണുക. മുകളിലോട്ട് പോകുമ്പോൾ ഓക്സിജനെ കാണൂല, താഴെ ഉണ്ട്. ഇതാണ് വ്യത്യാസം. പിടിയോ? അപ്പോൾ ഹെറ്ററോസ്ഫിയറിലേക്ക് പോകുമ്പോൾ മോളിക്കുലാർ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് കാണുന്നു എന്നും മനസ്സിലാക്കുക. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് പറയും, ലൈറ്റർ മോളിക്യൂൾസും താഴേക്ക് ഹെവിയർ മോളിക്യൂൾസും ആയിരിക്കും ഉണ്ടാവുക ഹെറ്ററോസ്ഫിയറിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹെറ്ററോസ്ഫിയറിൽ നൈട്രജന്റെയും ഓക്സിജന്റെയും ഒക്കെ പ്രസൻസ് കാണാൻ സാധിക്കുക എവിടെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ ഏകദേശം 100 കിലോമീറ്റർ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഈ ആൾക്കാരെ കാണാൻ പറ്റുക. ആരെ? നൈട്രജനെയും ഓക്സിജനെയും കാണാൻ പറ്റുക. ഹീലിയവും ഹൈഡ്രജനും ഒക്കെ ആണെങ്കിലോ അത് ചിലപ്പോൾ 10,000-2000 കിലോമീറ്ററിന് മുകളിലോട്ട് ആണെങ്കിൽ പോലും കാണാൻ പറ്റും. ഏറ്റവും മുകളിലോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഡെൻസിറ്റി ഹയസ്റ്റ് നിയർ ദി സർഫസ് ആൻഡ് ഇൻക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. അല്ലേ? ഡെൻസിറ്റി സർഫസിനോട് അടുത്ത് കൂടുതലും മുകളിലോട്ട് പിന്നെ കൂടുന്നേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. Based on the temperature at different levels, atmosphere can be divided into different layers. അതായത് ഓരോ നിലയിലെയും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഹോമോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ എന്ന രീതിയിലുള്ള 2 ഡിവിഷന് പുറമെ വേറെയും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ അന്തരീക്ഷത്തിൽ. ആ അന്തരീക്ഷത്തിന് പല ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് ഈ താപനിലയിലെ വ്യത്യാസമാണ്. നമ്മൾ ഹോമോജിനസ് എന്ന് പറഞ്ഞിടങ്ങളിൽ പോലും പലതരത്തിൽ താപവ്യതിയാനം വരുന്ന മേഖലകളുണ്ട്. ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞത് ഏകദേശം 90 കിലോമീറ്റർ വരെ വരണ്ടേ. അപ്പോൾ ഈ 90 കിലോമീറ്റർ വരുന്ന ഈ മേഖല ഇത്രയും തന്നെയും ഹോമോസ്ഫിയർ നമ്മൾ വിളിച്ചതാണ്. അപ്പോൾ അവിടെ തന്നെ 2-3 അന്തരീക്ഷ പാളികൾ വരുന്നുണ്ട്. അവിടെ എല്ലാം ഈ ഓരോ പാളിയിലും ഓരോ തരത്തിലാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, ഓരോ പാളിയിലും ഓരോ തരത്തിലാണ് പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്.
അല്ല, പാർട്ടിക്കിൾസിന്റെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ ക്യാരക്ടേഴ്സിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. എവിടെ? ഈ ഒരു ഹോമോസ്ഫിയറിൽ പോലും. അതുപോലെ ഹെറ്ററോയുടെയും കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ താപനിലയുടെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് അന്തരീക്ഷത്തെ എങ്ങനെ കണക്ക് കൂട്ടണം? മറ്റ് പല ലെയേഴ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഹോമോ ഹെറ്ററോ എന്നുള്ളത് മാത്രമല്ലാണ്ട് ഇൻഡിവിജ്വൽ ലെയേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണത്? ഈ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അതുപോലെ എക്സോസ്ഫിയർ. ഈ തെർമോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റിനെ കൂടി പറയും. അത് നമുക്ക് പോകുന്ന സമയത്ത് പറഞ്ഞുതരാം. ബേസിക്കലി ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് പറയുന്ന രീതിയിലും താഴെ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ പാളികളാണ് കൊടുത്തിരിക്കുക കേട്ടോ. ട്രോപ്പോ അതാണ് ഏറ്റവും നമ്മുടെ ഭൗമോപരിതലം ഇതല്ലേ. അത് നമ്മുടെ ഭൗമോപരിതലം. അപ്പൊ നമ്മുടെ ഭൗമോപരിതലത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയർ ആണ്. അതിന് തൊട്ട് മുകളിൽ വരുന്ന ആളാരാ? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതിനും മുകളിലാണ് മിസോസ്ഫിയർ വരിക. ഈ മിസോസ്ഫിയറിൻ്റെതായ ലെയർ വരെ അല്ലെങ്കിൽ തെർമോസ്ഫിയറിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ് നമ്മുടെ ഹോമോസ്ഫിയർ എന്ന് പറയുന്ന ഒരു വലിയ മേഖല വരുന്നത്. പോട്ടെ, കുഴപ്പമില്ല. മിസോസ്ഫിയർ കഴിഞ്ഞാൽ തെർമോ കഴിഞ്ഞാൽ എക്സോസ്ഫിയർ ആണ്. നമ്മുടെ ബഹിരാകാശ നിലയും മറ്റു കാര്യങ്ങളൊക്കെ ബഹിരാകാശ നിലയം അതിലും താഴെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഇവിടെ നമ്മളിപ്പോൾ ഈ ഓരോ അന്തരീക്ഷ പാളികളെയും പറഞ്ഞുവല്ലോ. ട്രോപ്പോ, സ്ട്രാറ്റോ, മിസോ, തെർമോ എന്നൊക്കെ പറഞ്ഞു. ഈ ഓരോ അന്തരീക്ഷ പാളികൾക്കും ഇടയിൽ നമ്മൾ ഭൂമിയുടെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ കോറിനും ക്രസ്റ്റിനും മാൻഡലിനും ഒക്കെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണുകളെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെയും പഠിക്കുന്നുണ്ട്. ഈ അറ്റ്മോസ്ഫിയറുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറികളെ വിളിക്കുന്ന പേരാണ് ഇവിടെയും ട്രാൻസിഷൻ സോണുകൾ എന്ന് വിളിക്കുന്നത്. ആരെയാണ്? ഈ ബൗണ്ടറികൾ തമ്മിൽ, അന്തരീക്ഷ പാളികളിലെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറികളെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസിഷൻ സോൺസ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ സോണുകൾ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ? ഈ ട്രാൻസിഷൻ സോണുകൾക്കെല്ലാം അന്തരീക്ഷ പാളികൾക്ക് കൊടുത്തിരിക്കുന്ന അതേ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്തരീക്ഷ പാളിയിൽ സ്പിയർ 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 എന്നാണ് നമ്മൾ കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെ സ്പിയറിന് പകരം പോസ് 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 എന്ന് കയറി വരും. പോസ് ചെയ്യുവാണ്. ആ ഒരു അന്തരീക്ഷത്തെ പോസ് ചെയ്യുന്നു. നമ്മൾ പോസ് ആൻഡ് പ്ലേ ചെയ്യാറില്ലേ? വീഡിയോ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുകയാണ്, പ്ലേ ചെയ്യും. എവിടെയെങ്കിലും വെച്ചൊരാളോട് സംസാരിക്കേണ്ടി വന്നാൽ നമ്മൾ ആ വീഡിയോ പോസ് ചെയ്യും. അവിടെ വെച്ച് നമ്മൾ ആ വീഡിയോ പോസ് ചെയ്തു, നിർത്തി എന്നർത്ഥം. ശരിയല്ലേ? അത്രയേ ഉള്ളൂ പോസ്. അപ്പൊ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഏറ്റവും ഭൂമിയോടടുത്ത് കാണുന്ന അന്തരീക്ഷ പാളി, ഭൂമിയിൽ നിന്നുള്ള ആദ്യ അന്തരീക്ഷ പാളി, ആ അന്തരീക്ഷ പാളിയിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് കടക്കുമ്പോൾ ആര് പോസായി? ട്രോപ്പോസ്ഫിയർ പോസായി. ശരിയല്ലേ? ട്രോപ്പോസ്ഫിയറിനെ അവിടെ പോസ് ചെയ്തു, നിർത്തിവെച്ചു അല്ലെ? അതുകൊണ്ട് ട്രോപ്പോസ്ഫിയറിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് കടക്കുന്ന ആ ഒരു ട്രാൻസിഷൻ സോണിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോപോസ്. ട്രോപ്പോപോസ്, PAUSE. ഇതുപോലെയായിരിക്കും പിന്നെ മുകളിലോട്ടുള്ള എല്ലാ ലെയറും. ശരിയല്ലേ? തൊട്ട് മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് മിസോസ്ഫിയറിലേക്ക് പോകുന്ന അന്തരീക്ഷ പാളി അങ്ങനെയാണെങ്കിൽ ആ ഒരു അന്തരീക്ഷ പാളി എന്നല്ലോ, ആ ഒരു ട്രാൻസിഷൻ സോണിനെ എന്താ വിളിക്കാം? അങ്ങനെയാണെങ്കിൽ സ്ട്രാറ്റോപോസ് എന്ന് വിളിക്കാം. ഇതാ വിളിച്ചു, സ്ട്രാറ്റോപോസ്. ഇനി അതിന് മുകളിലാണെങ്കിലോ, മിസോസ്ഫിയർ എന്ന് തെർമോസ്ഫിയർ തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി എന്ത് വിളിക്കാം? മിസോപോസ് എന്ന് വിളിക്കാം. ഇവിടെ കിട്ടുന്നുണ്ടോ? അതിന്റെ മുകളിൽ വേണമെങ്കിൽ തെർമോപോസ് എന്ന് വിളിക്കാം, നോ പ്രോബ്ലം. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പൊ ഇതാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന അന്തരീക്ഷ പാളികളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കുന്ന ബൗണ്ടറികൾ. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ സോൺസ് എന്ന്. അപ്പൊ ട്രാൻസിഷൻ സോണുകൾ എപ്പോഴും അറിയപ്പെടുന്നത് പോസ് എന്ന പേരുപയോഗിച്ചിട്ടാണ്. അത് ഏത് അന്തരീക്ഷ പാളിയാണോ താഴെ നിന്ന് പോസ് ആവുന്നത്, സ്റ്റോപ്പ് ആവുന്നത്, ആ പാളിയുടെ പേര് വേണം ആദ്യം ചേർക്കാനെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത്. ലോജിക്കലി നമുക്ക് ഈ ഒരു എന്താ പറയുക ഐഡിയ ഉപയോഗിച്ച് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് കേട്ടോ. വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് മനസ്സിൽ കരുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ അന്തരീക്ഷ പാളിയെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. നമ്മുടെ സ്വന്തം ട്രോപ്പോസ്ഫിയർ. ആരാണ് ട്രോപ്പോസ്ഫിയർ? എന്താണ് ട്രോപ്പോസ്ഫിയറിന്റെ പണി നോക്കാം നമുക്ക്. നിങ്ങൾ ഇവിടെ ഈ കാണുന്ന പോലെ ഈ ചിത്രത്തിനകത്തുനിന്ന് കുറെ കാര്യങ്ങൾ വായിച്ചെടുക്കാനുണ്ട്. നമുക്ക് ഭൂമിയുടെ സർഫസ് കാണാം, സർഫസിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ കാണാം, കെട്ടിടത്തിന് ചുറ്റുമുള്ള മഴമേഘങ്ങൾ കാണാം, മേഘങ്ങൾ മഴ പൊഴിക്കുന്നതും ഇടിമിന്നൽ ഏൽക്കുന്നതും അതുപോലെ വിമാനങ്ങൾ പറക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിനകത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഏകദേശം 13 കിലോമീറ്ററോളം വരുന്ന ആവറേജ് ഹൈറ്റ്, ഏകദേശം 13 കിലോമീറ്ററോളം വരുന്ന അന്തരീക്ഷ പാളി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ ചിത്രത്തിൽ നോക്കി അറിയാം, കണ്ടോ? 12 to 18 കിലോമീറ്റർ ടോട്ടൽ, ആവറേജ് പിടിക്കുമ്പോൾ 13 കിലോമീറ്റർ. ഓക്കെ,
അതായത് 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെ ഇവൻ എന്തുണ്ട്, ഉയരമുണ്ട് എന്ന് പറയാം. ആർക്ക്? ട്രോപ്പോസ്ഫിയറിന്. കാരണം ഭൂമി ഒരു ജിയോയിഡൽ ഷേപ്പിലല്ലേ നിൽക്കുന്നത്. അപ്പൊ ഈ ഇക്വേറ്റർ മേഖലയിൽ കൂടുതൽ അന്തരീക്ഷ പാളി ഉണ്ടാവാനും പോളാർ റീജിയനിലേക്ക് അന്തരീക്ഷ പാളിയുടെ തിക്നെസ് കുറയുവാൻ സാധ്യതയാണ്. അപ്പൊ പോളിൽ ഒരു 8 കിലോമീറ്റർ ആണ് ഇതിന് അന്തരീക്ഷം വരിക. പക്ഷെ ഇക്വേറ്ററിലോട്ട് വരുന്ന സമയത്ത് 18 കിലോമീറ്ററോളം അന്തരീക്ഷത്തിന്റെ തിക്നെസ് വരുന്നുണ്ട് ട്രോപ്പോസ്ഫിയറിൽ മാത്രം. അപ്പൊ അതുകൊണ്ടാണ് ആവറേജ് 13 അല്ലെങ്കിൽ 12 കിലോമീറ്റർ ഒക്കെയാണ് ആരുടെ തിക്നെസ് വരിക എന്ന് പറയുന്നത്, ട്രോപ്പോസ്ഫിയറിന്റെ തിക്നെസ് വരിക എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. മാക്സിമം ട്രോപ്പോസ്ഫിയറിന്റെ ഉയരമായിട്ട് കണക്കാക്കാൻ പറ്റിയ മാക്സിമം ഒരു 18 കിലോമീറ്റർ ഒക്കെ തന്നെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല നല്ല കൺവെക്ഷൻ കറൻസ്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വായു ചൂടായി ഉയർന്ന് മുകളിലേക്ക് പോകുന്ന കണ്ടീഷൻ കാണാൻ പറ്റും ഇക്വറ്റോറിയൽ റീജിയനുകളിൽ, ഭൂമധ്യ രേഖാപ്രദേശങ്ങളിൽ. ശരിയല്ലേ? അങ്ങനെ വായു മുകളിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ടും ട്രോപ്പോസ്ഫിയറിന്റെ ആ ഒരു തിക്നെസ് അവിടെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇക്വറ്റോറിയൽ റീജിയനിൽ. ഭൂമിയുടെ സർഫസിനോട് ഏറ്റവും അടുത്ത്, ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം ആവറേജ് 13 കിലോമീറ്റർ ഹൈറ്റ് വരുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പഠിച്ചിരിക്കുക. ഓൾമോസ്റ്റ് ഓൾ ദ വെതർ ആൻഡ് ക്ലൈമാറ്റിക് ഫിനോമിന സച്ച് എസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ്, thunder and lightning etc. takes place in this layer. അതായത് ഈ ചിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം എന്ന് ഞാൻ പറഞ്ഞ കാര്യം അതാ. ചിത്രത്തിൽ നിങ്ങൾക്ക് മഴമേഘങ്ങളെ കാണാം, മഴ പെയ്യുന്നത് കാണാം, ലൈറ്റ്നിങ് ഇടിമിന്നൽ കാണാം, എല്ലാം. അതായത് നമ്മൾ ഈ ഒരുപാട് തവണ ബേസ് ചോദിച്ച ചോദ്യമാണ്, ക്ലൈമാറ്റിക് ഫിനോമിനാസ്, അന്തരീക്ഷത്തിൽ കാലാവസ്ഥാപരമായിട്ടുള്ള എന്തൊക്കെ ഫിനോമിനാസ് ഉണ്ടോ അതിൽ ബഹുഭൂരിഭാഗം വരുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ വരങ്ങേറുന്നത് ഈ ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ തന്നെയാണെന്ന് അർത്ഥം. അതിപ്പോൾ ക്ലൗഡ് ഫോർമേഷൻസ് ആകട്ടെ, റെയിൻ മഴയാകട്ടെ, സ്നോ മഞ്ഞ് പൊഴിയുന്നതാകട്ടെ, വിൻഡ് കാറ്റ് വീശുന്നതാകട്ടെ, ഇടിമിന്നലാകട്ടെ, എന്നിവയെല്ലാം ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതെല്ലാം ട്രോപ്പോസ്ഫിയറില്ല, ബിക്കോസ് നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ ഇതെല്ലാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ ഇതെല്ലാം. അതുകൊണ്ട് അതെല്ലാം ട്രോപ്പോസ്ഫിയറിൽ തന്നെ എന്നുള്ളതാണ്. ഈ ട്രോപ്പോസ്ഫിയറിലൂടെയാണ് സാധാരണ കൊമേർഷ്യൽ വിമാനങ്ങൾ പറക്കുന്നത് എന്നും ഈ ചിത്രത്തിനകത്തുനിന്ന് വ്യക്തം. നമ്മുടെ സാധാരണ കൊമേർഷ്യൽ പാസഞ്ചർ എയർക്രാഫ്റ്റുകളും മറ്റുമൊക്കെ ഇല്ലേ, നമ്മൾ ഇവിടെ നിന്ന് ദുബൈക്ക് പോകുന്നു, ആ ദുബൈക്ക് പോകുന്ന വിമാനങ്ങൾ പറക്കുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ ജെറ്റ് വിമാനങ്ങൾ പറക്കുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലൂടെയാണ്. നിങ്ങൾ പഠിക്കും, ജെറ്റ് വിമാനങ്ങൾ പറക്കുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലും, സാധാരണ കൊമേർഷ്യൽ വിമാനങ്ങൾ പറക്കുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലൂടെയും തന്നെയാണ്. ചിത്രത്തിൽ നിന്നത് വ്യക്തമാണ്. ഈ ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നത് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തില്, നമ്മൾ സമതല പ്രദേശങ്ങളിൽ ജീവിക്കുവാണെങ്കിൽ, നമ്മൾ ഇവിടെ നിന്ന് ഹൈറ്റുള്ള ആൾട്ടിറ്റ്യൂഡുള്ള ഹിൽ സ്റ്റേഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഹൈ റേഞ്ചസ് എന്നൊക്കെ പറയാറുണ്ട്, ഉയരം കൂടിയ സ്ഥലങ്ങളാണ്. അങ്ങോട്ടേക്ക് യാത്ര നടത്തുന്നവരാണ് നമ്മൾ. ആ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ചൂട് കുറഞ്ഞൊരു കാലാവസ്ഥ അവിടെ നിന്ന് കിട്ടുന്നതാണ്, തണുപ്പാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്നത്. അതായത് നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്, അന്തരീക്ഷത്തിൽ ഉയരത്തിലേക്ക് പോകുന്നതനുസരിച്ച്, നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഉയരത്തിലോട്ട് പോകുന്നതിനനുസരിച്ച് താപനില കുറയും എന്നുള്ളതാണ്. പക്ഷെ ഇത് ട്രോപ്പോസ്ഫിയറിന്റെ കാര്യത്തിൽ ബാധകമാണ്. പക്ഷെ മറ്റ് ജിലേഴ്സിലേക്ക് വരുന്ന സമയത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. എനിഹൗ, ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലാണ് നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നതാണ്. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. ഇതിനെ നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയും. ഇതാണ് നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫെറിക് ലാപ്സ് റേറ്റ് എന്ന രീതിയിൽ നമ്മൾ വിളിക്കും. എത്രയാണ് ആ ഒരു കുറവിന്റെ നിരക്ക്? ഓരോ 165 മീറ്റർ ഉയരം സഞ്ചരിക്കുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസിന്റെ താപനിലയിലെ കുറവ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏകദേശം 1000 മീറ്റർ സഞ്ചരിക്കുമ്പോൾ 6.5 ഡിഗ്രി സെൽഷ്യസിന്റെ താപനിലയിലെ കുറവ് എക്സ്പീരിയൻസ് ചെയ്യുവാനും സാധിക്കുന്നു പറയാം. പിടികിട്ടുന്നുണ്ടോ? 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ 1000 മീറ്റർ. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. 6.5 പിടികിട്ടിയോ? ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ പഠിച്ചിരിക്കുക. 2 വാല്യൂ പഠിച്ചാലും തെറ്റില്ല, നല്ലത് തന്നെയാണ്. അപ്പൊ അതാണ് നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫെറിക് ലാപ്സ് റേറ്റ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫെറിക് ലാപ്സ് റേറ്റ് എന്ന് വിളിക്കാം. അറ്റ്മോസ്ഫെറിക് ലാപ്സ് റേറ്റ് എന്ന് വിളിക്കാം. അതിലും തെറ്റില്ല എന്നുള്ളതാണ്. പിടികിട്ടുന്നുണ്ടോ? വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക.
And this troposphere is the densest atmospheric layer compressed by the weight of the rest of the atmosphere above it. സ്വാഭാവികമാണ്, അന്തരീക്ഷ പാളികളിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയ അന്തരീക്ഷ പാളിയായിട്ട് എനിക്ക് ട്രോപ്പോസ്ഫിയറിനെ കണക്കാക്കാം. കാരണം ഇതാണ് ഏറ്റവും താഴെ നിൽക്കുന്ന അന്തരീക്ഷ പാളി. ഇതിന് മുകളിൽ ഒരുപാട് അന്തരീക്ഷ പാളികൾ വേറെയില്ലേ? ആ അന്തരീക്ഷ പാളികളുടെ എല്ലാം വെയിറ്റ് റിസീവ് ചെയ്യുന്നവൻ ഈ നിൽക്കുന്ന ട്രോപ്പോസ്ഫിയർ തന്നെയല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ കംപ്രഷൻ, ഏറ്റവും കൂടുതൽ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നവൻ ആരായിരിക്കും? ഇവൻ തന്നെയായിരിക്കും ട്രോപ്പോസ്ഫിയർ. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് കുറയും? പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ പാളിക്കും. പിടിയിട്ടുന്നുണ്ടോ? അപ്പൊ അന്തരീക്ഷ പാളികൾ ഏറ്റവും കൂടുതൽ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ എനിക്ക് സുഖമായിട്ട് ആരെ പറയാം? ട്രോപ്പോസ്ഫിയറിനെ പറയാം. ഇതാണ് കാരണം. റൈറ്റ്? ട്രോപ്പോസ്ഫിയറിന്റെ ഫീച്ചർ, മറ്റു ചില ഫീച്ചേഴ്സ്. ദ അറ്റ്മോസ്ഫിയറിക് ലെയർ ദാറ്റ് കോസസ് ഡെയിലി വെതർ ചേഞ്ചസ് നമ്മൾ പഠിച്ചു. ദി അറ്റ്മോസ്ഫിയറിക് ലെയർ വേർ ദി ബയോസ്ഫിയർ വി ഇൻഹാബിറ്റ് ഈസ് ലൊക്കേറ്റഡ്. നമ്മൾ ജീവിക്കുന്ന ജീവമണ്ഡലം നിലനിൽക്കുന്ന പ്രദേശം അറിയാം. ദി അറ്റ്മോസ്ഫിയറിക് ലെയർ ദാറ്റ് കണ്ടെയ്ൻസ് നിയർലി 80% ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയറിക് മാസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ മാസിന്റെ, ഭൂമിയുടെ മാസല്ല, ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ മാസിന്റെ ഏകദേശം 80% വരുന്ന മാസം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. അതായത് ഈ പറയുന്ന ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, മെറ്റീരിയൽസ്, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി എല്ലാം അടങ്ങുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉൾപ്പെടെ ഈ പറയുന്ന മേഖലയിലാണ് കൂടുതൽ കാണുക. ഡസ്റ്റ് പാർട്ടിക്കിളുകൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന അന്തരീക്ഷ പാളിയും ട്രോപ്പോസ്ഫിയർ. കാരണം അതാണ് ഏറ്റവും ഭൂമിയോട് അടുത്ത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട്, ഭൂമിയിൽ നിന്നാണ് ഡസ്റ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണാൻ പറ്റുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാലും അതും ട്രോപ്പോസ്ഫിയർ തന്നെയാണ്. The atmospheric layer with the highest concentration of water vapor and dust particles is also the troposphere. ഡസ്റ്റിന്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞത് തീർത്തും ലോജിക്കല. നമ്മൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ പോലും ചെന്ന് നിൽക്കുന്നത് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷ പാളിയിൽ തന്നെ അല്ലേ. അതിനോടൊപ്പം വാട്ടർ വേപ്പർ, അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പർ ഉണ്ടാകാൻ കാരണം ഇവോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് അല്ലെ, ബാഷ്പീകരണം. ഇപ്പൊ ഇവോപ്പറേഷൻ നടക്കണമെങ്കിൽ എനിക്ക് ജലസ്രോതസ്സുകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കണ്ടെത്തണം. ആ ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന ജലസ്രോതസ്സുകളിൽ നിന്നാണ് വെള്ളം എന്ത് ചെയ്യുന്നത്? നീരാവിയായി മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ജലസ്രോതസ്സുകളിൽ നിന്ന് നീരാവിയായി മുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ അന്തരീക്ഷ പാളിയാണ് അതിന് പാത്രമാകുന്നത് എന്നുള്ളത് കൊണ്ട് ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും കൂടുതൽ വാട്ടർ വേപ്പർ പ്രസന്റ് ആയിട്ടുള്ള അന്തരീക്ഷ പാളിയിൽ നിന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പിടി കിട്ടുന്നുണ്ടോ? ഇതെല്ലാം ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകതകളാണ്. സെറ്റല്ലേ? അടിപൊളി. ട്രോപ്പോപോസ് ആരാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ദ സോൺ സെപ്പറേറ്റിംഗ് ദ ട്രോപ്പോസ്ഫിയർ ഫ്രം ദി സ്ട്രാറ്റോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ട്രാൻസിഷൻ സോണിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. The air temperature of the tropopause is about -80 degrees Celsius over the equator and about -45 degrees Celsius over the poles due to variation in height. ഏകദേശം -80 ഡിഗ്രി മുതൽ -45 ഡിഗ്രി വരെ ആയിരിക്കും. ടെമ്പറേച്ചർ കുറയും നമ്മൾ പറഞ്ഞു. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്ന നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നതാണ്. ടെമ്പറേച്ചർ കുറഞ്ഞ് ഏകദേശം -80 ഡിഗ്രി അല്ലെങ്കിൽ -40 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെയുള്ള റേഞ്ചിൽ ഫോം ചെയ്യാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എവിടെ? ട്രോപ്പോപോസിന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ട്രോപ്പോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലെ താപനില എന്ന് ചോദിച്ചാലും ഏകദേശം ഈ ഒരു റേഞ്ച് നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണോ? -40 മുതൽ ഒരു -80 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില എത്താം ട്രോപ്പോപോസിൽ എന്നുള്ളത് മനസ്സിലാക്കുക. The temperature here is nearly constant and hence is called a tropopause. Most aviation takes place including in the transition region between the troposphere and the stratosphere. ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ് മാക്സിമം സിവിൽ ഏവിയേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏവിയേഷൻ സെക്ടറിൽ വിമാനയാത്രകൾ മുഴുവൻ നടക്കുന്നത് ഈ ഒരു മേഖലയിലായിട്ട് തന്നെയാണ്. ഏത് മേഖല? ട്രോപ്പോസ്ഫിയറിലും സ്ട്രാറ്റോസ്ഫിയറിന് താഴെയും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിലും ട്രോപ്പോപോസിലൂടെയും ഒക്കെ ആയിട്ട് മേഘങ്ങളിലോ വിമാനങ്ങളുടെ യാത്രകൾ കാണാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. രണ്ടാമത്തെ അന്തരീക്ഷ പാളി. ഇത്രയാണ് ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. ഇതിൽ ഒരുപാട് വാസ്റ്റ് ആയിട്ട് വാരി വലിച്ച് പഠിക്കാനൊന്നുമില്ല. ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് മനസ്സിലാക്കണം, അതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും തന്നെ ഉള്ളൂ. ഇതിനകത്തുനിന്നാണ് നമുക്ക് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ചോദിച്ച് കാണാൻ സാധ്യതയുള്ളത്. അപ്പൊ രണ്ടാമത്തെ ലെയറിലേക്ക് പോവാണ് നമ്മൾ, സ്ട്രാറ്റോസ്ഫിയർ. ദ സെക്കൻഡ് അറ്റ്മോസ്ഫിയറിക് ലെയർ കോൾഡ് ദ സ്ട്രാറ്റോസ്ഫിയർ. Stratosphere extends up to a height of about 50 kilometers from the earth and lies above the tropopause. ട്രോപ്പോപോസിന് മുകളിലായിട്ട് ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 50 ആണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളി നമ്മൾ പറഞ്ഞത് എത്രയാണ്? ട്രോപ്പോ 13 കിലോമീറ്റർ ആവറേജ് പറഞ്ഞു. അപ്പൊ ഈ 13 നിന്നാണ് 50 എന്ന് കരുതരുത്. ഗ്രൗണ്ടിൽ നിന്ന് 50 കിലോമീറ്റർ ആണ് കേട്ടോ.
ഇവിടെ നിന്നൊരു 37 കിലോമീറ്റർ. ഓക്കെ, ഇപ്പൊ ട്രോപ്പോസ്ഫിയറിൽ നിന്നാണെങ്കിൽ ചോദിച്ചാൽ, അല്ലെങ്കിൽ ട്രോപ്പോപോസിൽ നിന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ ഏകദേശം 37 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 35-നും 40-നും ഇടയ്ക്ക് ആ റേഞ്ച് പറയാം. 35 to 40 കിലോമീറ്റേഴ്സ് റേഞ്ചാണ് വരിക ഫ്രം ട്രോപ്പോപോസ്. ഭൂമിയുടെ സർഫസിൽ നിന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മിക്കവാറും ചോദ്യങ്ങളെല്ലാം ഈ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് വെച്ചാണ് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും ഹൈറ്റ് പറയുന്നത് ഗ്രൗണ്ട് എന്നുള്ളൊരു ഹൈറ്റ് തന്നെയാണ് പറയുക. അപ് ടു 50 കിലോമീറ്റേഴ്സ് ഫ്രം ദി ഗ്രൗണ്ട്, അപ് ടു 50 കിലോമീറ്റേഴ്സ് ഫ്രം ദി ഗ്രൗണ്ട് ലെവൽ. ഇൻ ദി ലോവർ പാർട്ട് ഓഫ് ദി സ്ട്രാറ്റോസ്ഫിയർ there is no change in temperature with altitude. അതായത് ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ കീഴ്ഘട്ടങ്ങളിൽ ചെറിയ ഉയര വ്യത്യാസങ്ങൾ വരുമ്പോഴൊന്നും താപനിലയിൽ വലിയ വ്യത്യാസമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം താപനില ഇപ്പൊ ഏതാ സ്ഥിതി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുന്നത് ഈ പറയുന്ന പ്രദേശത്തു നിന്നാണല്ലോ, അതായത് നമ്മുടെ ട്രോപ്പോപോസ് എന്നാണല്ലോ സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുന്നത്. അവിടെ താപനില വളരെ കുറവാണ്, -40 മുതൽ -80 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ആ പ്രദേശം നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണേ. ഇവിടെ നിന്ന് മുകളിലേക്ക് കുറച്ച് ദൂരത്തേക്ക് ടെമ്പറേച്ചറിന് വലിയ വേരിയേഷൻസ് ഒന്നുമില്ല, ആ ഒരു താഴ്ന്ന താപനില തന്നെ നിലനിൽക്കുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. എന്ത് ടെമ്പറേച്ചർ കാണാൻ പറ്റും? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടുന്നത് കാണാൻ പറ്റും. ഈ താപനിലയിൽ വലിയ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ് നിലനിന്നിരുന്ന ഒരു ബോട്ടം പോർഷൻ ഓഫ് ദി സ്ട്രാറ്റോസ്ഫിയർ ഉണ്ടല്ലോ, സ്ട്രാറ്റോസ്ഫിയറിന്റെ ഒരു ബോട്ടം പോർഷൻ വേർ ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച് റാപ്പിഡ്ലി, ഒരുപാട് ടെമ്പറേച്ചർ ചേഞ്ച് കാണാതെ ഏറെക്കുറെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആ പ്രദേശം, അതിന് വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ സോൺ. ഇത് വിളിക്കും മക്കളെ ഐസോതെർമൽ സോൺ. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിൽ എന്തുണ്ട്? ഒരു ഐസോതെർമൽ സോൺ ഉണ്ട്. അതെവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിന്റെ ബോട്ടം പോർഷനിലാണ്. ഇതിന് ശേഷമുള്ള മേഖലകളിൽ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. അതിനുശേഷമുള്ള മേഖലകളിൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു. ട്രോപ്പോയിൽ നേരെ തിരിച്ചായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രോപ്പോസ്ഫിയറിൽ നേരെ തിരിച്ചാണ് നമ്മൾ പഠിച്ചത്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നതാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയും കൂടുന്നു. മനസ്സിലായോ മക്കളെ? ഇപ്പൊ സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും തമ്മിലുള്ള ടെമ്പറേച്ചറിന്റെ കണക്ക് നേരെ വിപരീതമാണെന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഓസോൺ പാളിയില്ലേ, ഓസോൺ ലെയർ, ആ ഓസോൺ ലെയറിന്റെ പ്രസൻസ് നമുക്ക് പറയാൻ സാധിക്കുന്ന അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു. നമുക്ക് ട്രോപ്പോസ്ഫിയറിലും ഓസോൺ ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. സ്ട്രാറ്റോസ്ഫിയറിലും ഓസോൺ ഉണ്ട്. പക്ഷെ ഓസോൺ പാളി എന്നൊരു പ്രൊട്ടക്ടർ എന്ന നിലയ്ക്ക് നിലകൊള്ളുന്ന ഓസോൺ കാണുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലാണ്. എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ എന്ന ഈ ഒരു അന്തരീക്ഷ പാളിയിലാണെന്ന് മനസ്സിലാക്കുക. ഓസോൺ ലെയർ വിച്ച് ഫോംസ് പാർട്ട് ഓഫ് ദിസ് ലെയർ, ഏത്? സ്ട്രാറ്റോസ്ഫിയർ, absorbs the harmful ultraviolet rays from the sun and prevents it from reaching the earth. ഭൂമിയിൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഒന്നും എത്താതെ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഒരു മേജർ ആയിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ ഒരു പരിധിവരെയും ഭൂമിയിലേക്ക് കടന്നു വരാണ്ട് പ്രിവെന്റ് ചെയ്യുന്ന ഓസോൺ പാളി നിലനിൽക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. And the stratosphere allows free movement of jet aircraft through clear atmospheric conditions and absence of air gutters. കാരണം ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞത് വെതർ ഫിനോമിനാസും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. ജെറ്റ് വിമാനങ്ങളുടെ യാത്രയിൽ ഇത്തരത്തിലുള്ള വെതർ ഫിനോമിനാസ് ഒന്നും തന്നെയും ഒരു തടസ്സമാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ് ഇവരുടെ യാത്ര എന്ന് പറയുന്നത്. കിട്ടുന്നുണ്ടോ? യെസ്, അത് നേരത്തെ സൂചിപ്പിച്ചു. സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ് ജെറ്റ് വിമാനങ്ങളുടെ യാത്ര എന്നുള്ളത്. ക്ലൗഡും ഡസ്റ്റും വാട്ടർ വേപ്പറും അതുപോലെ വെർട്ടിക്കൽ എയർ കറൻസ് പോലുള്ള കാര്യങ്ങളൊന്നും ജനറലി ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷ പാളിയിൽ സ്ട്രാറ്റോസ്ഫിയറിൽ കാണാറില്ല. അതൊക്കെ പ്രധാനമായി കാണുന്ന ഇവിടെ തന്നെ ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓസോണിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് തന്നെ ശരിക്കും സൂര്യപ്രകാശത്തിന്റെ പ്രസൻസോടുകൂടി തന്നെയാണ് ഉണ്ടാവുന്നത്. അറ്റ് an altitude of about 20 to 50 kilometers in the atmosphere, അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ. The ultraviolet rays from the sun splits up ordinary oxygen molecules to single atom oxygen molecule, and this single atom molecule reacts with ordinary oxygen molecule to form a triatomic ozone gas, and this process is known as ozonization. Process ne vilikkunna pera ozonization. ഇതാണ് സംഭവം. എന്താ? സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് തരംഗങ്ങൾ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ തിക്നെസ്സിൽ വരുന്ന മേഖലയിലുള്ള ഓക്സിജനെ വിഘടിച്ച് ഓക്സിജൻ സിംഗിൾ മോളിക്യൂൾ ആക്കി മാറ്റും, ഓക്സിജൻ മാത്രമാക്കി മാറ്റും.
ഓക്സിജൻ ഒരിക്കലും ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. ഈ ഓക്സിജൻ മറ്റൊരു O2 കൂടി ചേർന്ന് എന്തായിട്ട് മാറും? ഓസോൺ, O3 ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ഓസോൺ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസോൺ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? സെറ്റ്. ഈ ഓസോൺ ആണ് നമ്മളെ അന്തരീക്ഷത്തിലെ ഈ സൂര്യനിൽ നിന്ന് തന്നെ വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. It is also the highest part of the atmosphere that jet planes can reach. ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്ന മേഖലയായി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇതേ സ്ട്രാറ്റോസ്ഫിയർ ആണെങ്കിൽ ഈ സ്ട്രാറ്റോസ്ഫിയർ തന്നെയാണ് ജെറ്റ് വിമാനങ്ങൾക്ക് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന മേഖല എന്ന് പറയുന്നത്. അതായത് വിമാനങ്ങൾക്ക് ഉയരത്തിലേക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിതാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ തലങ്ങൾ തന്നെയാണ് ജെറ്റ് വിമാനങ്ങളുടെ ഹൈറ്റിന്റെ ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. It is nearly cloud and weather free, but polar stratospheric clouds വിളിക്കുന്ന പേര് നാക്രിയസ് ക്ലൗഡ്സ്. PYQ ആണ്. ഇത് ക്ലൗഡ് നാക്രിയസ് ക്ലൗഡ് അല്ലെങ്കിൽ പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ് എന്ന് വിളിക്കുന്ന ക്ലൗഡ്. കാരണം പൊതുവെ നമ്മൾ പറഞ്ഞല്ലോ വെതർ ഫിനോമിനാസും മറ്റു കാര്യങ്ങളും എല്ലാം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങ് ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്ട്രാറ്റോയിൽ അങ്ങനെ ഇങ്ങനെ കാണാറില്ല. പക്ഷേ എക്സെപ്ഷൻ ആണ് നാക്രിയസ് ക്ലൗഡ് അല്ലെങ്കിൽ പോളാർ അറ്റ്മോസ്ഫെറിക് ക്ലൗഡ് എന്നറിയപ്പെടുന്ന ക്ലൗഡ്സ് സ്ട്രാറ്റോസ്ഫിയറിൽ കാണാറുണ്ട്. അത് ഏറ്റവും താഴെ തന്നെയാണ് കേട്ടോ. ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ത്തട്ടുകളിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. കോൾഡസ്റ്റ് ആയിട്ടുള്ള ലോവസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ്. അതുകൊണ്ടാണ് പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. കോൾഡസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലൗഡ്സ് കാണാൻ പറ്റും. വർണ്ണശബളമായിട്ട് കാണാൻ പറ്റുന്ന ക്ലൗഡ്സ് ആണെന്നുള്ളതാണ് പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ്. പിടിയിട്ടുന്നുണ്ടോ? അതിന് ശരിക്കും PSC ചോദിച്ചിരിക്കുന്നത് നാക്രിയസ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന പിന്നെ ക്ലൗഡ്സിനെ വിളിക്കുന്ന പേരെന്താണ്? നാക്രിയസ് ക്ലൗഡ്സ്. പഠിച്ചു വെച്ചോ, ചോദ്യമാണ്. ആൻഡ് ദ സോൺ ഓഫ് ട്രാൻസിഷൻ അബൌവ് ദി സ്ട്രാറ്റോസ്ഫിയർ ഇസ് കോൾഡ് ദി സ്ട്രാറ്റോപോസ്. ശരിയാണല്ലോ. സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞ അടുത്ത ലെയർ ആണ് സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അന്തരീക്ഷ പാളി മിസോസ്ഫിയർ. ട്രോപ്പോ കഴിഞ്ഞു, സ്ട്രാറ്റോ കഴിഞ്ഞു, അടുത്തത് മിസോസ്ഫിയർ. 50 മുതൽ, കാരണം 50 കിലോമീറ്റർ വരെ എന്തായി? സ്ട്രാറ്റോസ്ഫിയർ ആയി. 50 മുതൽ ഏകദേശം 80 അല്ലെങ്കിൽ 90 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന മേഖലയാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ഫിയർ ആണ് മക്കളെ മിസോസ്ഫിയർ. The temperature here actually decreases with the height, and the lowest temperature of the atmosphere is felt at mesopause. അതായത് ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു നമ്മൾ പറഞ്ഞു. സ്ട്രാറ്റോസ്ഫിയറിൽ താപനില കൂടുന്നു എന്ന് പറഞ്ഞു. മിസോസ്ഫിയർ എത്തുമ്പോഴും താപനില കുറയുന്നത് തന്നെയായിരിക്കും കാണാൻ പറ്റുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ താപനിലയിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ മൊത്തം പാളികളെ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനില അനുഭവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ മിസോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലത്തെ പോർഷൻ ആയിരിക്കും. ഇത് മിസോസ്ഫിയറിന്റെ മാത്രം കണ്ടീഷൻ അല്ല എന്നുള്ളതാണ് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? അതായത് അന്തരീക്ഷത്തിലുള്ള മുഴുവൻ അന്തരീക്ഷ പാളികളെ കൺസിഡർ ചെയ്യുമ്പോഴും ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് അത് മിസോസ്ഫിയറിന്റെ ഏറ്റവും ടോപ്പ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മിസോസ്ഫിയറിന്റെ ഏറ്റവും ടോപ്പ് വരുന്ന പ്രദേശം എന്ന് പറയുന്നത് ട്രാൻസിഷൻ സോൺ അല്ലേ മക്കളെ? മിസോസ്ഫിയറിൽ നിന്ന് തെർമോസ്ഫിയറിലേക്ക് പോകുന്ന ട്രാൻസിഷൻ സോൺ അല്ലേ മിസോസ്ഫിയറിന്റെ ഏറ്റവും മുകളിൽ? അപ്പൊ അതിനെന്താ വിളിക്കുക? മീസോപോസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മീസോപോസ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറവ് താപനില അറിയപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന പ്രദേശം ഏത്? ചോദ്യം മീസോപോസ്. ഉത്തരം എന്താണ്? മീസോപോസ്. -80 മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും അവിടുത്തെ താപനിലയിലെ കുറവ് എന്ന് പറയുന്നത്. പഠിക്കുന്നുണ്ടോ? -80 മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവായിരിക്കുന്നതായിരിക്കും ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്ന പ്രദേശം. മീറ്റിയോറുകൾ ഭൂമിയിലേക്ക് പ്രവേശിച്ച് കാണാൻ സാധിക്കുന്ന പ്രദേശം മിസോസ്ഫിയറാണ്. മിസോസ്ഫിയറിനും പുറത്തുള്ള സ്ഥലങ്ങളിലൂടെ മീറ്റിയോർ കാണാൻ പറ്റും. പക്ഷെ മിസോസ്ഫിയർ കഴിയുമ്പോഴേക്കും മീറ്റിയോറുകൾ കത്തി അമർന്നില്ലാണ്ടാവും. അപ്പൊ അതും ചോദ്യമാണ്. മീറ്റിയോറുകൾ ഉൽക്കയും മറ്റുമൊക്കെ കത്തി അമർന്നില്ലാണ്ടാകുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അതും മിസോസ്ഫിയർ ആണ്. The very scarce water vapor present at the top of the mesosphere forms noctilucent clouds. എന്ത് ക്ലൗഡ്സ് മക്കളെ? noctilucent clouds or polar mesospheric clouds. നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിന്റെ കാര്യത്തിലും ഒരു കാര്യം പറഞ്ഞിരുന്നു. നാക്രിയസ് ക്ലൗഡ് അല്ലെങ്കിൽ പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ് എന്ന് പറയുന്ന ക്ലൗഡ് ഫോർമേഷൻസ് കാണാൻ പറ്റും, പർട്ടിക്കുലർലി ലോവർ ഓൾട്ടിറ്റ്യൂഡ്സിൽ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന്. മീസോസ്ഫിയറിന്റെ കാര്യത്തിലും അന്തരീക്ഷത്തിൽ ക്ലൗഡ് ഫോർമേഷൻസ് വളരെ വിരളമായിട്ട് തന്നെ ഉണ്ടാവാറുള്ളൂ മിസോസ്ഫിയറിൽ. പക്ഷെ മിസോസ്ഫിയറിലും ഉണ്ട് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്. വാട്ടർ വേപ്പേഴ്സ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഇവിടെ.
വളരെ കുറച്ച്. എന്നാലും ഉണ്ടായാൽ ഉണ്ട്. എവിടെ? അവിടെ പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ് എന്ന് വിളിച്ച പോലെ ഇവനെ വിളിക്കുന്ന പേര് പോളാർ മീസോസ്ഫെറിക് ക്ലൗഡ്സ്. കാരണം ഇത് മീസോസ്ഫിയർ എന്ന അന്തരീക്ഷപാളിയാണല്ലോ. അതുകൊണ്ട് നാക്രിയസ് ക്ലൗഡ് എന്ന് ആ സ്ട്രാറ്റോസ്ഫെറിക് പിന്നെ ക്ലൗഡ്സിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ മീസോസ്ഫിയറിൽ വരുമ്പോൾ ക്ലൗഡിന് കൊടുക്കുന്ന മറ്റൊരു പേരാണ് നോക്ടിലൂസന്റ് ക്ലൗഡ്. എന്താ ക്ലൗഡിന്റെ പേര്? നോക്ടിലൂസന്റ് ക്ലൗഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് ഇപ്പൊ ചോദിക്കുക കേട്ടോ. പഴയ സാധനങ്ങളൊക്കെ ചോദിക്കല് നിർത്തി പീസ്. ഇതൊക്കെയാണ് ഇപ്പൊ ചോദിക്കുക. നാക്രിയസ്, നോക്ടിലൂസന്റ്, ഇതൊക്കെ ചോദിക്കുന്നത് ക്ലൗഡ്സിനകത്തുനിന്ന്. എസെൻഷ്യലി ഇത് ക്ലൗഡ്സ് ആൻഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്തുനിന്ന് കവർ ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കളെ സെറ്റ്. ഈ പറയുന്ന നോക്ടിലൂസന്റ് ക്ലൗഡാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണുന്നതിൽ ഏറ്റവും ഉയരത്തിൽ കാണുന്ന ക്ലൗഡ്സ്, മേഘങ്ങൾ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? കാരണം ട്രോപ്പോയിലുണ്ട്, സ്ട്രാറ്റോയിലുണ്ട്, മീസോയിലുണ്ട്. അതിന്റെ മുകളിലോട്ടില്ല. പിന്നെ തെർമോയിൽ അങ്ങോട്ടൊന്നും ഇല്ല. ക്ലൗഡ്സ് ഒന്നും പറയാനില്ല. അപ്പൊ ഉള്ളതിൽ ഏറ്റവും ഉയരത്തിലുള്ളത് എവിടെയുള്ള ക്ലൗഡ് തന്നെയായിരിക്കും? മീസോയിലുള്ള ക്ലൗഡ് തന്നെയായിരിക്കും. എന്താ അതിന്റെ പേര്? നോക്ടിലൂസന്റ്. അപ്പൊ അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിൽ കാണുന്ന ക്ലൗഡ്സ് ഏത് എന്ന ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി നിങ്ങൾ പറയേണ്ടത് നോക്ടിലൂസന്റ് ക്ലൗഡ് എന്നാണ്. എന്താണ്? നോക്ടിലൂസന്റ് ക്ലൗഡ് എന്നാണ്. ശരിയല്ലേ? പഠിച്ചല്ലോ? പഠിച്ചു. The zone of transition above the mesosphere is called a mesopause. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മെസോപോസിന്റെ കാര്യം. നാലാമത്തെ അന്തരീക്ഷപാളി തെർമോസ്ഫിയർ. അങ്ങനെ മിസോസ്ഫിയറും കഴിഞ്ഞ് നമ്മൾ ഏകദേശം ബഹിരാകാശത്തിന്റെ അറ്റത്തോട്ടെത്തി. ബഹിരാകാശം കഴിഞ്ഞു നമ്മൾ കേട്ടോ. നമ്മൾ ബഹിരാകാശത്തായി ഇപ്പോൾ. തെർമോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് ഏകദേശം ബഹിരാകാശം, നമ്മൾ ആ തെർമോസ്ഫിയർ വെച്ചിട്ടാണ് ബഹിരാകാശം തുടങ്ങുന്നതായിട്ട് കണക്കൂട്ടുന്നതൊക്കെ. എക്സ്റ്റെൻഡ്സ് ഫ്രം അബൌട്ട് 80 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 90 കിലോമീറ്റേഴ്സ് ടു അബൌട്ട് 600 കിലോമീറ്റേഴ്സ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. ഏകദേശം 80-90 കിലോമീറ്ററിൽ തുടങ്ങി 600 കിലോമീറ്റർ വരെ ഓൾട്ടിറ്റ്യൂഡ് വരുന്ന, ഇതുവരെ കണ്ടതിൽ ഏറ്റവും തിക്നെസ് ഉള്ള ഒരു അന്തരീക്ഷപാളിയാണ് അല്ലേ? ഇതിനേക്കാളും തിക്നെസ് ഉള്ളവനാണ് എക്സോസ്ഫിയർ കേട്ടോ. എക്സോസ്ഫിയർ 800 മുതൽ 3000 കിലോമീറ്റർ വരെയൊക്കെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. ഇതിന് 800 മുതൽ 600 കിലോമീറ്റർ വരെയാണ്. 80 മുതൽ 600 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് വരുന്ന അന്തരീക്ഷപാളിയാണ് തെർമോസ്ഫിയർ. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും വീതിയേറിയ, ഏറ്റവും ഘനമുള്ള അന്തരീക്ഷപാളി. ദർ ഇസ് കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഇവിടെയും താപനില കൂടുന്നു. അപ്പൊ ആദ്യത്തെ കേസിൽ ട്രോപ്പോസ്ഫിയറിൽ താപനില കുറയുന്നു, സ്ട്രാറ്റോയിൽ കൂടുന്നു, മീസോയിൽ കുറയുന്നു, തെർമോയിൽ വീണ്ടും കൂടുന്നു. അപ്പൊ ഓരോ ഓൾട്ടർനേറ്റ് ലെയറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റുക അല്ലെ? കുറയുന്നു, കൂടുന്നു, കുറയുന്നു, കൂടുന്നു. പഠിക്കാൻ എളുപ്പമുണ്ട്. നിങ്ങൾക്ക് ഈ അന്തരീക്ഷപാളികളുടെ ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എവിടെയാ കൂടുന്നത്, എവിടെയാ കുറയുന്നത് എന്നുള്ളത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഓൾട്ടർനേറ്റ് ആയിട്ട് മാറ്റി മാറ്റി കിട്ടാൽ മതി. ട്രോപ്പോയിൽ കുറയുവാണെങ്കിൽ സ്ട്രാറ്റോയിൽ കൂടും. അത് കഴിഞ്ഞ് മീസോയിൽ പിന്നെയും കുറയും. അത് കഴിഞ്ഞ് തെർമോയിൽ പിന്നെയും കൂടും. എക്സോയിൽ കുറയും. ഈ ഒരു രീതിയിൽ നമുക്ക് കണക്കൂട്ടാൻ പറ്റും. Because this layer is much closer to the sun and it can reach temperature up to even 2000 degrees Celsius. Even temperature കൂടും തെർമോസ്ഫിയറിന്റെ. ടെമ്പറേച്ചർ കൂടാൻ കാരണം സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷപാളി തെർമോസ്ഫിയർ അല്ലെങ്കിൽ എക്സോസ്ഫിയർ എന്ന് പറയാം. എക്സോസ്ഫിയർ തെർമോസ്ഫിയർ. അപ്പൊ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ലെയറുകളിൽ ഒന്നാണ് തെർമോസ്ഫിയർ എന്നുള്ളത് കൊണ്ടാണ് ഈ തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷപാളിയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അത് മാത്രമല്ല, സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ തരംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു അന്തരീക്ഷപാളി കൂടിയാണ് ഈ തെർമോസ്ഫിയർ കേട്ടോ. അങ്ങനത്തെ ഇന്ററാക്ഷൻസ് വഴി സൂര്യനിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ എന്താ പറയാ, നമ്മുടെ തെർമോസ്ഫിയറിൽ ഇന്ററാക്ട് ചെയ്യുന്നത് വഴി ഭൂമിയിൽ പലതരത്തിലുള്ള വർണ്ണശബളമായ ചില ചിത്രീകരണങ്ങളൊക്കെ ആകാശത്ത് രൂപപ്പെടാറുണ്ട്. നമ്മൾ നോർത്തേൺ ലൈറ്റ്സ്, അറോറ എന്നൊക്കെ പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്. അറോറ കണ്ടോ, നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്ന ഈ സാധനം അറോറ. സ്കാൻഡിനേവിയൻ കൺട്രീസിലോട്ടൊക്കെ പോയാൽ, നോർവേയിലോ സ്വീഡനിലോ ഫിൻലാൻഡിലോ ഒക്കെ പോയി കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐസ്ലാൻഡിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ ചില സമയങ്ങളിൽ, എല്ലാ സമയം ഉണ്ടാവാറില്ല, അതിമനോഹരമായ രീതിയിൽ പച്ചയും നീലയും ഒക്കെ കളറിൽ ഇങ്ങനെ അന്തരീക്ഷത്തില് ക്ലൗഡ്സ് ഫോർമേഷൻ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു തിരമാല പോലെ കാണാൻ പറ്റും. അത് ഈ തെർമോസ്ഫിയറുമായിട്ട് സോളാർ റേഡിയേഷനുകൾ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഡിസ്ചാർജസ് ആണ്. എനിഹൗ, ഇൻ ദിസ് ലെയർ temperature increases with altitude due to very low density of molecules found here. It is both cloud and water vapor free. ഈ ഒരു അന്തരീക്ഷപാളി, തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷപാളി ഒരു തരത്തിലുള്ള ക്ലൗഡ്സും ഉണ്ടാവുന്നില്ല, ഒരു തരത്തിലും വാട്ടർ വേപ്പറും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ വാട്ടർ വേപ്പർ ഫ്രീയുമാണ്, ക്ലൗഡ് ഫ്രീ റീജിയനാണ്. അപ്പൊ ഭൂമിയിലെ അന്തരീക്ഷപാളികളിൽ ആദ്യ ക്ലൗഡ് ഫ്രീ ആസ് വെൽ ആസ് വാട്ടർ വേപ്പർ ഫ്രീ റീജിയൻ ഏതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി തെർമോസ്ഫിയർ എന്ന് പഠിക്കണം. ക്ലിയർ ആണോ മക്കളെ? അടിപൊളി.
ദ ലോവർ പാർട്ട് ഓഫ് ദി തെർമോസ്ഫിയർ ഈസ് നോൺ ആസ് അയണോസ്ഫിയർ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 400 കിലോമീറ്ററിനുള്ളിൽ, 80 മുതൽ 400 കിലോമീറ്റർ ഉള്ളിൽ വരുന്ന ഒരു മേഖലയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് വിളിക്കുക. അപ്പൊ എസെൻഷ്യലി അയണോസ്ഫിയർ കഴിഞ്ഞിട്ടാണ് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ സെപ്പറേറ്റ് ഒരു ലെയർ ഡിഫറൻസ് അല്ല. അയണോസ്ഫിയർ ഈസ് എ ലെയർ വിതിൻ തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ തന്നെയുള്ള തെർമോസ്ഫിയറിന്റെ ഈ ഒരു ആദ്യ ഘട്ടങ്ങളിലായിട്ട് താഴത്തെ ഘട്ടത്തിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അന്തരീക്ഷ പാളിയെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയറിന്റെ ബോട്ടം ലെയർ, അതിനെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയറിൽ ഓൾറെഡി ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ, അതായത് അയോൺസിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അന്തരീക്ഷ പാളിയാണ്. ആരുടെ? അയോൺസിന്റെ. ചാർജ് ആയിട്ട് ഇപ്പൊ സൂര്യനിൽ നിന്നും കിട്ടുന്ന എനർജിയുടെ ഒക്കെ ബേസിസിൽ പാർട്ടിക്കിൾസ് ഇവിടെ അയോണൈസ് ചെയ്യപ്പെട്ട് നിൽക്കും. ആ അയണൈസേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അറോറയൊക്കെ കാണുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ പാർട്ടിക്കിൾസ് ഇവിടെ അയണൈസ് ചെയ്യപ്പെടുക മീൻസ് ചാർജ്, സൂര്യനിൽ നിന്നുള്ള എനർജിയുടെയും മറ്റുമൊക്കെ ചാർജ് കിട്ടിയിട്ട് ആ എനർജി കിട്ടിയ ഇവന്മാരെ എക്സൈറ്റ് ചെയ്ത് അയോണിക് ഫോമിൽ നിൽക്കും. ആറ്റം അല്ലാണ്ട് അയോണിക് ഫോമിലേക്ക് നിൽക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ അയോണിക് ഫോമിൽ നിൽക്കുന്ന ഒരുപാട് പദാർത്ഥങ്ങൾ, ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരുപാട് കാണാൻ പറ്റുന്ന അന്തരീക്ഷത്തിലെ ലെയറാണ് ഈ ട്രോപ്പോസ്ഫിയർ, പർട്ടിക്കുലർലി അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അങ്ങനെ അയോൺസിന്റെ പ്രസൻസ് വേണ്ടുവോളം കാണപ്പെടുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് ഇതിനെ അയണോസ്ഫിയർ എന്ന് തന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അയോൺസിന്റെ പ്രസൻസ് വേണ്ടുവോളം കാണാൻ സാധിക്കുന്ന മേഖല ആയതുകൊണ്ട് തന്നെയാണ് ഇവനെ എന്ത് വിളിക്കുന്നത്? അയണോസ്ഫിയർ എന്നുകൂടി വിളിക്കുന്നതെന്നും നിങ്ങളൊന്ന് പഠിച്ച് മനസ്സിലാക്കി ഇരിക്കാൻ. ക്ലിയർ അല്ലേ? അടിപൊളി. റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദി എർത്ത് ആർ റിഫ്ലക്റ്റഡ് ടു എർത്ത് ബൈ ദിസ് ലെയർ. അയണോസ്ഫിയർ ഇത്തരത്തിൽ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങളുടെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ ആണ്. ആരുടെ? റേഡിയോ വേവ്സിന്റെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട്, ലോങ് റേഡിയോ വേവ്സിന്റെ ഒക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അന്തരീക്ഷ പാളി എന്നത് അയണോസ്ഫിയർ ആയിട്ട് പറയാം. ബിക്കോസ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഉള്ളതുണ്ട്. ദി അറോറ ബോറിയാലിസ്, അതുപോലെ അറോറ ഓസ്ട്രാലിസ്, നോർത്തേൺ ലൈറ്റ്സ് എന്നും സദേൺ ലൈറ്റ്സ് എന്നും പറഞ്ഞ് കാണുന്ന ഒരേ സാധനം തന്നെ, രണ്ട് സ്ഥലങ്ങളിലായിട്ട് കാണുന്നതേ ഉള്ളൂ. നോർത്തേൺ പോളിലും സൗത്തേൺ പോളിലും. നമ്മൾ സദേൺ പോളിൽ അങ്ങനെ ഇങ്ങനെ പോയി കാണാറ് കുറവാണ്. അന്റാർട്ടിക്കയിലൊക്കെ പോകണം സദേൺ പോൾ കാണണമെങ്കിൽ. നോർത്തേൺ പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങൾ, ഗ്രീൻലാൻഡോ ഫിൻലാൻഡോ ഡെൻമാർക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു പോളാർ റീജിയനോട് അടുത്തെത്താറാണ് കൺസിഡർ ചെയ്യാൻ പറ്റും. നോർത്തേൺ പോളിൽ അവിടെ കാണുന്നതാണ് നോർത്തേൺ ലൈറ്റ്സ്, മറ്റേത് സദേൺ ലൈറ്റ്സ് എന്ന് വിളിക്കുന്നു. അറോറ ബോറിയാലിസ് നോർത്തേൺ ലൈറ്റ്സ്, അറോറ ഓസ്ട്രാലിസ് സദേൺ ലൈറ്റ്. സദേൺ ഹെമിസ്ഫിയറിലാണല്ലോ ഓസ്ട്രേലിയ എന്ന രാജ്യമുള്ളത്. അങ്ങനെ ആലോചിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റ്സ് ഇൻ ദി തെർമോസ്ഫിയർ. അപ്പോൾ ഏകദേശം ഒരു 400 കിലോമീറ്റർ ആണ് കേട്ടോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഒരു ഓൾട്ടിറ്റ്യൂഡ് വരിക. 400 കിലോമീറ്റർ അബവ് ദി സർഫസ് ആണ്. ഇതെന്ന് പറയുന്നത് ഏകദേശം തെർമോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 80 മുതൽ 800 വരെ കിലോമീറ്റർ ഉയരം വരുന്ന പ്രദേശമാണല്ലോ. അപ്പൊ അതിനുള്ളിലാണ് നമ്മൾ ഈ 400 നിൽക്കുന്നത്. അത് നമ്മുടെ അയണോസ്ഫിയറിന്റെ മുകളിലായിട്ടൊക്കെ വരും. അയണോസ്ഫിയറിന്റെ ഒക്കെ മുകളിലായിട്ട് വരുന്ന അന്തരീക്ഷം മീൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS നിലനിൽക്കുന്നത്. ഈ 100 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഹിരാകാശം, സ്പേസ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ 100 കിലോമീറ്റർ കഴിഞ്ഞ് താണ്ടി പോകുന്ന ഏതൊരു വസ്തുവും നമ്മൾ സ്പേസിൽ പോയി എന്ന് തന്നെയാണ് പറയുക. ആ 100 കിലോമീറ്റർ എന്ന ബൗണ്ടറി വിളിക്കുന്ന പേരാണ് കാർമൻ ലൈൻ എന്ന് വിളിക്കും. കാർമൻ ലൈൻ പാസ് ചെയ്താൽ ബഹിരാകാശം. അപ്പൊ എവിടെയാ കാർമൻ ലൈൻ? അതൊരു ഇമാജിനറി ലൈനാണ്. എവിടെയാ കാർമൻ ലൈൻ? ഭൂമിയുടെ സർഫസിൽ നിന്ന്, ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ വരുന്ന അന്തരീക്ഷത്തിലെ ഒരു ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് കാർമൻ ലൈൻ. ഏകദേശം നമ്മൾ ഈ ഒരു മിസോസ്ഫിയറിന്റെ ടോപ്പിലേക്ക് കണക്കൂട്ടാം, അല്ലെ? മിസോസ്ഫിയർ കഴിഞ്ഞിട്ടുള്ള ഒരു മേഖലയായിട്ട് കണക്കൂട്ടാം തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിനുശേഷമുള്ള ഏരിയാസിന് നമ്മൾ എന്തായിട്ട് കണക്കൂട്ടും? ബഹിരാകാശമായിട്ട് കണക്കൂട്ടും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ 400 കിലോമീറ്ററിൽ നമ്മുടെ എന്ത് വരുന്നത്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ വരും. 100 കിലോമീറ്റർ മുകളിലാകുമ്പോൾ സ്പേസ് ആയി. അടുത്തയാള് ഈ അയണോസ്ഫിയറിനെ പറ്റി 1-2 വസ്തുതകൾ കൂടി. ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്റ്റിങ്ക്ട് ലെയർ ആസ് ദി അതേഴ്സ് മെൻഷൻഡ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് അയണോസ്ഫിയർ എന്ന ഒരു പാളിനെ ഇവിടെ പറയാത്തത്, ഈ ചിത്രത്തിനകത്ത് കാണിക്കാത്തത്. മറ്റൊരു ഈ ട്രോപ്പോയും സ്ട്രാറ്റോയും മീസോയും ഒക്കെ പറഞ്ഞ പോലെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ലെയർ ഒന്നും അല്ല. അത് തെർമോയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇൻസ്റ്റഡ് അയണോസ്ഫിയർ ഓവർലാപ്സ് ദ മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ അങ്ങനെ ഇങ്ങനെ പറയാനില്ല. മിസോസ്ഫിയർ തെർമോസ്ഫിയറുമായിട്ടൊക്കെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. It is a very active part of the atmosphere and it grows and shrinks
ഡിപ്പെൻഡിങ് ഓൺ ദി എനർജി ഇറ്റ് അബ്സോർബ്സ് ഫ്രം സൺ. സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജീൻ്റെ അടിസ്ഥാനത്തിൽ അയണോസ്ഫിയറിന്റെ എക്സ്റ്റെൻഡ് വലുതാവാറുമുണ്ട്, എക്സ്റ്റെൻഡ് ചെറുതാവാറുമുണ്ട്. എത്ര കൂടുതൽ എനർജി കിട്ടുന്ന സമയത്ത് അയണോസ്ഫിയറിന്റെ എക്സ്റ്റെൻഡ് വലുതാവും, എനർജി കുറയുന്ന സമയത്ത് അയണോസ്ഫിയറിന്റെ എക്സ്റ്റെൻഡ് ചെറുതാവും. അത് മാത്രമല്ല ഭൂമിയുടെ പല ഇടങ്ങളിലും സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് അയണോസ്ഫിയറിന്റെ തിക്നെസ്സിൽ ഇത്തരത്തിലുള്ള വേരിയേഷൻ ഉണ്ടാവുമെന്നും മനസ്സിലാക്കാം. It's an electrically conducting region capable of reflecting radio signals back to Earth. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇവിടെ കാണുന്നത് ഇലക്ട്രിക്കലി കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അയണോസ്ഫിയർ. അതുകൊണ്ട് തന്നെ റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്ന ഒരു പ്രദേശം. The electrically charged atoms and molecules that are formed in this way are called ions, giving the ionosphere its name and endowing this region with some special properties. ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച അറോറയൊക്കെ പോലെ ഈ അയണോസ്ഫിയറിന്റെ ശരിക്കും കുറച്ച് ലെയേഴ്സ് ആയിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഡി ലെയർ എന്നും ഇ ലെയർ എന്നും എഫ് ലെയർ എന്നും പറഞ്ഞിട്ട് 3 മേജർ അയണോസ്ഫിയറിക് ലെയേഴ്സ് ആയിട്ട് തരംതിരിക്കാം. അയണോസ്ഫിയറിന്റെ ലെയേഴ്സിനെയാണ് പറയുന്നത്. നമ്മുടെ തെർമോസ്ഫിയറിൽ വരുന്ന ലോവർ പോർഷനാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയറിനെ പർട്ടിക്കുലർലി എനിക്ക് പല ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഡി ഇ എഫ് എന്ന് പറയുന്ന 3 ലെയേഴ്സ് ആയിട്ട് അയണോസ്ഫിയറിനെ തരംതിരിക്കുക എന്നുള്ളതാണ്. അതിൽ the ionosphere's D, E and F layers are defined by varying levels of ionization, the D being the lowest and weakest, and the E being the middle, and F being the highest and most important for long distance radio communication. ചോദ്യമായിട്ട് വരാവുന്നതാണ്. അയണോസ്ഫിയറിന്റെ കാര്യത്തിൽ റേഡിയോ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം, അയണോസ്ഫിയറിന്റെ ഏത് ലെയർ ആണ് ലോങ് ഡിസ്റ്റൻസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എഫ് ലെയർ ആണ്. അയണൈസേഷൻ ഏറ്റവും കൂടുതൽ കാണുന്ന എഫ് ലെയർ. സ്വാഭാവികം ഡി ഇ എഫ് അന്തരീക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്ന ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഡി ആ, അതിന്റെ മുകളിലാണ് ഇ, അതിന്റെ മുകളിലാണ് എഫ്. അപ്പൊ സൂര്യനോട് അടുത്ത് വരുന്നത് എഫ് ലെയർ ആയിരിക്കും. അപ്പൊ കൂടുതൽ അയണൈസേഷൻ റിസീവ് ചെയ്യുന്നത് എഫ് ലെയറിനായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ലി അയണൈസ്ഡ് ആയിട്ടുള്ള പാളി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എഫ് ലെയർ ആയിരിക്കും. അതുകൊണ്ടാണ് ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് എഫ് ലെയറിനെ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. പിടികിട്ടുന്നില്ലേ? The D and E layers are only present during the day and disappears at night. ഡിയും ഇയും ലെയറുകൾ താഴോട്ടല്ല അയണൈസ് ചെയ്ത് കണ്ടത്. ഇ ആൻഡ് ഡി, ഈ 2 ലെയറുകളും താഴെ ആയതുകൊണ്ട് തന്നെ, അന്തരീക്ഷത്തിൽ താഴെയായിട്ട് കാണപ്പെടുന്ന ലെയറുകളായതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ സൂര്യനിൽ നിന്ന് നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇ എന്ന ലെയറും ഡി എന്ന ലെയറും പ്രസന്റ് ആയിരിക്കുക, കാണുക. പകലേ കാണുകമാരുണ്ട്. കാര്യം പകല് സൂര്യനിൽ നിന്ന് നല്ലപോലെ റേഡിയേഷൻ കിട്ടും, അത് വെച്ച് അവന്മാരെ അയണൈസാം. രാത്രിയാകുമ്പോൾ സൂര്യന്റെ അസാന്നിധ്യത്തിൽ ഇവന്മാരുടെ ആബ്സെൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡി ലെയർ എങ്കിലും ഇല്ലാണ്ടാവും. ഈ ചില ഇടങ്ങളിൽ നമുക്ക് ഈ ലെയർ കാണാൻ പറ്റും. ഇപ്പോൾ പോളാർ റീജിയനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലെയർ കാണാൻ പറ്റും. എന്നാൽ പൊതുവെ നമ്മൾ പറയുന്നത് ഡിയും ഇയും ഈ 2 ലെയറുകൾ രാത്രി കാണൂല. എഫ് ലെയർ മാത്രമാണ് രാത്രി നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അത് 2 സബ് ലെയർ ആയിട്ടൊക്കെ തിരിക്കും. F1 F2 എന്ന് പറയുന്ന 2 സബ് ലെയർ ആയിട്ടൊക്കെ തിരിയും എന്നൊക്കെയുള്ള നമ്മൾ പറയുന്നുണ്ട്. അത് വേണ്ട, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അത് വളരെ കോമൺ ആണ്, വളരെ ലോജിക്കലാണ്. എഫ് ഇ ഡി, അതിൽ സൂര്യനോട് അടുത്ത് നിൽക്കുന്നവൻ എഫ്. അതുകൊണ്ട് രാത്രി ആയാലും പകലായാലും എഫ് ലെയർ അയണൈസ്ഡ് ആയിട്ട് തന്നെ കാണും. ഇയും ഡിയും അയണൈസേഷൻ പകല് സൂര്യൻ ഉള്ളപ്പോൾ മാത്രമേ കാണുള്ളൂ. സൂര്യൻ ഇല്ലാത്തപ്പോൾ ഡി വി ലെയർ കാണത്തില്ല. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഓപ്ഷനകത്ത് ചിലപ്പോൾ ഡി വിയും കാണത്തില്ല. അങ്ങനൊരു ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഏറ്റവും സാധ്യത കുറവാർക്കാ ഉണ്ടാവാതിരിക്കാൻ? ഡി എന്തായാലും രാത്രി ഉണ്ടാവില്ല. ഈ ചിലപ്പോൾ ഉണ്ടാവും. ചില സാഹചര്യങ്ങളൊക്കെ ഈ റീജിയൻ രാത്രി നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഓർത്തിരിക്കുക. ഓക്കെ, ഈ ലെയേഴ്സിന്റെയും കൂടി കാര്യം ഓർക്കുക. ലോ ഫ്രീക്വൻസി ആണ് ഡി ലെയർ, ഇ ലെയർ മീഡിയം ഫ്രീക്വൻസി, എഫ് ലെയർ ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസിനെയാണ് റിഫ്ലക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു. ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ക്യാൻ ഐഡന്റിഫൈ ദ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. എന്താ? ഓക്കെ, സോറി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണേ. ഈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ട്രോപ്പോസ്ഫിയർ എന്ന ലെയറിൽ ടെമ്പറേച്ചർ കുറഞ്ഞ് പുറകിലോട്ട് പോകുന്ന കാണാം. ടെമ്പറേച്ചർ കുറയുക. എന്നിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയപ്പോൾ ഈ ഓസോണിന്റെ പ്രസൻസും അന്തരീക്ഷത്തിലേക്ക് ചൂട് അബ്സോർബ് ചെയ്യപ്പെടുന്നതൊക്കെ കാരണം സ്ട്രാറ്റോസ്ഫിയർ ചൂട് പിടിക്കുക. സ്ട്രാറ്റോസ്ഫിയറിൽ ചൂട് ഇങ്ങനെ കൂടി വരുന്നതാണ്. കണ്ടോ? ടെമ്പറേച്ചർ മുന്നോട്ടാണ് വരുന്നത്, കൂടുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു, കൂടുന്നു. മീസോയിൽ വീണ്ടും അത് കുറയുന്നു. ഏറ്റവും കുറവാണ്. കണ്ടോ? ഏറ്റവും കുറവ് വന്നേക്കുന്ന മീസോയിലാണ്. അവിടെ നിന്ന് പിന്നെയും തെർമോ വരുത്തുമ്പോൾ കൂടുന്നതുമാണ് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, റൈറ്റ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ അയണോസ്ഫിയറിനെ പറ്റി എന്താ തന്നിരിക്കുന്ന കൂടി ഒന്ന് വായിക്കാം. അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 80 to 400 kilometers in the atmosphere,
The intense solar rays such as ultraviolet X-rays react with the gaseous molecules to form ions. This process is called the ionization. പറഞ്ഞ കാര്യമാണ്. Ions conduct electricity as the radio waves are electromagnetic waves. This layer is made use for long distance radio transmissions. നമ്മൾ പറഞ്ഞ കാര്യം അല്ലാണ്ട് മറ്റൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, സോ ദ ലാസ്റ്റ് ലെയർ ആണ് ഏറ്റവും മുകളിൽ വരുന്ന അവസാനത്തെ ലെയർ, നമ്മുടെ എക്സോസ്ഫിയർ, ഏറ്റവും ടോപ്പിൽ വരുന്ന ലെയർ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 700 to 10,000 kilometers above Earth surface. ഇവിടെ നമുക്ക് ലിമിറ്റ് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇൻഫിനിറ്റിയാ. പിന്നെ 700 മുതൽ അങ്ങോട്ട് മുകളിലോട്ട്, അല്ലെ 800 മുതൽ അങ്ങോട്ട് മുകളിലോട്ട് നിൽക്കുന്ന ലെയർ അല്ല എക്സോസ്ഫിയർ ആണ്. It is the highest layer of Earth's atmosphere and it is the top layer merges with the solar winds. സൗരതാപ വികിരണങ്ങളുമായി മെർജ് ചെയ്ത് കാണുന്ന ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള, ഭൂമിയിലെ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന, ഭൂമിയിലെ ഏറ്റവും തിക്നെസ് ഉള്ള അന്തരീക്ഷ പാളിയായിട്ട് കണക്കാക്കാൻ പറ്റും എക്സോസ്ഫിയറിനെ എന്നുള്ളതാണ്. Molecules found here are extremely low density, so this layer doesn't behave like a gas and particular particles here escape into space. അതായത് ഗ്രാവിറ്റി ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. ഭൂമിയുടെ ഗ്രാവിറ്റി ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ടിക്കിൾസ് ബഹിരാകാശത്തേക്ക് എസ്കേപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് പാർട്ടിക്കിൾ ഡെൻസിറ്റി അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയും ഏത് തന്നെ, എക്സോസ്ഫിയർ തന്നെ. While there is no weather in the exosphere, the aurora borealis and aurora australis are sometimes seen in this lowest part. തെർമോസ്ഫിയറിൽ കാണുന്ന അറോറ എന്ന് പറയുന്ന പ്രതിഭാസം ചിലപ്പോൾ എക്സോസ്ഫിയറിന്റെ താഴെത്തട്ടുകളിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഏറ്റവും കൂടുതൽ ഭൂമിയിലെ സാറ്റലൈറ്റുകൾ, ഭൂമിയെ ഈ ഓർബിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതെല്ലാം ഈ എക്സോസ്ഫിയർ എന്ന ലെയറിലായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. എക്സോസ്ഫിയറിലൂടെ ആയിരിക്കും സാറ്റലൈറ്റുകളൊക്കെ ഭൂമിയെ ചുറ്റി നിൽക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെ അറിയാവുന്ന കാര്യമാണ്. അന്തരീക്ഷത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് ഇത്രയുമാണ് അന്തരീക്ഷത്തിലെ പാളികൾ, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കുറേ കാര്യങ്ങളെ. പുതിയ കുറേ പേരുകൾ പഠിച്ചു, നാക്രിയസ്, നോക്ടുലുസെന്റ് എന്നൊക്കെ പറയുന്ന കുറേ പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്തിരിക്കാൻ ശ്രമിച്ചോണം, മറന്നു പോയിക്കരുത്. അതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറുന്നത്. അന്തരീക്ഷത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അന്തരീക്ഷത്തിന്റെ ഇമ്പോർട്ടൻസ്? ഒന്ന്, പലതരത്തിലുള്ള ഹാംഫുൾ റേഡിയേഷനിൽ നിന്ന് ഭൂമിയിലുള്ള ജീവജാലങ്ങളെ മുഴുവൻ സംരക്ഷിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഭൂമിയിൽ ഈ ജീവൻ നിലനിൽക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകങ്ങളിൽ ഒന്നായിരുന്നു ഭൂമിയിലെ അതീവ ഗുരുതരമായ തണുപ്പിലേക്ക് കടന്നു പോകുന്നതിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റണം. ഭൂമിയിൽ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് രാത്രികാലങ്ങളിൽ സൂര്യനില്ലാത്ത സമയത്ത് പോലും ഭൂമിയിൽ താപം നിലനിർത്താൻ സാധിക്കുന്നത്. ഗ്രീൻ ഹൗസ് പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കാരണം, ഹരിതഗൃഹ പ്രഭാവം അത് കാരണം. അതിന് സഹായിക്കുന്നതും അന്തരീക്ഷവും അന്തരീക്ഷത്തിലുള്ള ഘടകങ്ങളും വാതകങ്ങളും തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി സാധ്യതകളാൽ അന്തരീക്ഷം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തും സഹായിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. വെതർ ആൻഡ് ക്ലൈമറ്റ്, മഴ കിട്ടുന്നത്, മഞ്ഞു പെയ്യുന്നത്, ചൂട് കാറ്റടിക്കുന്നത്, ഇതെല്ലാം ഈ അന്തരീക്ഷം എന്ന ഘടകം ഉള്ളതുകൊണ്ട് തന്നെയല്ലേ നമുക്ക് മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ സാധ്യമാകുന്ന തരത്തിൽ കാലാവസ്ഥയെ രൂപീകരിക്കുന്നത് ഇതേ അന്തരീക്ഷത്തിൽ തന്നെയാണ്. അതിനെ മാറ്റം വരുത്തുന്നതിന് കാരണമാകുന്ന ഘടകങ്ങൾ ഉണ്ടാവുന്നത് ഇതേ അന്തരീക്ഷത്തിൽ തന്നെയാണ്. എർത്തിന്റെ താപനിലയിൽ ഉണ്ടാവുന്ന വർധനവിന് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം നടത്തുന്നതും കുറഞ്ഞു പോയാൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതും ഇതേ അന്തരീക്ഷം തന്നെ. The process known as greenhouse effect helps the planet warm enough to support life. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം. പിന്നുള്ളൊരു പ്രധാന റോള് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ സൈക്കിളിലാണ്. അതായത് ഭൂമിയിലേക്ക് ജലലഭ്യത ഉറപ്പാക്കുന്ന, അതിനെ റീചാർജ് ചെയ്തുകൊണ്ട് മഴ പെയ്ത് തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വെള്ളം എത്തിക്കുന്നു, ഭൂമിയിൽ നിന്നും വെള്ളം ഇവോപ്പറേഷൻ വഴി മുകളിലേക്ക് കൊണ്ടുപോകുന്നു, ക്ലൗഡ് ഫോം ചെയ്യുന്നു, വീണ്ടും മഴയായി തണുത്ത് താഴേക്ക് പെയ്യുന്നു, വീണ്ടും അത് മുകളിലേക്ക് പോകുന്നു, മഴയായി തണുത്ത് താഴേക്ക് പെയ്യുന്നു. ഇതാണ് നമ്മുടെ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ വാട്ടർ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതേ അന്തരീക്ഷമല്ലേ? അതെ, ഇതൊക്കെയാണ് അന്തരീക്ഷത്തിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് അന്തരീക്ഷത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അന്തരീക്ഷത്തിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ ഈ പറയുന്ന അന്തരീക്ഷം പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക, പ്രബലമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് അന്തരീക്ഷത്തിന്റെ കോമ്പോസിഷൻസ്, എന്തൊക്കെ ഘടകങ്ങൾ അന്തരീക്ഷത്തിൽ വരുന്നു എന്നുള്ളതാണ്, അതിന്റെ ഗ്യാസസും മറ്റു കാര്യങ്ങളും ഒക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് അന്തരീക്ഷത്തിലെ വിവിധ തരം അന്തരീക്ഷ പാളികളെയാണ്. ട്രോപ്പോസ്ഫിയർ ഏറ്റവും താഴെ, സ്ട്രാറ്റോസ്ഫിയർ അല്ലെ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന 5 അന്തരീക്ഷ പാളികളെ നമ്മൾ പഠിച്ചു. ഇതിൽ തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയുടെ കീഴ്ഘട്ടത്തിൽ തന്നെയാണ് അയണോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളി വരുന്നത് നമ്മൾ പഠിച്ചു. അയണോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ സൂര്യനിൽ നിന്നുള്ള തരംഗങ്ങളുടെ ലഭ്യത കൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ, അയണോസ്ഫിയറിലെ ഘടകങ്ങൾ
അയോണീകരിക്കപ്പെടുകയും അയോണൈസേഷന് വിധേയമായി അയോണുകളായി കാണും. അവിടെ ആറ്റങ്ങളായിട്ടല്ല കാണുക പദാർത്ഥങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ കണ്ടക്റ്റിംഗ് മീഡിയം, അയണോസ്ഫിയർ എന്ന് പറയുന്ന ഒരു കണ്ടക്റ്റിംഗ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കാം. എക്സോസ്ഫിയറിലും ഈ പ്രതിഭാസം പറയാൻ പറ്റും. പക്ഷേ എക്സോസ്ഫിയർ കുറച്ചുകൂടി ആകാശത്തേക്ക് പോയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഡയറക്റ്റ് ഒരു കണക്ഷൻ നമ്മൾ എക്സോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് പറയാറില്ല. അങ്ങനെ അയണോസ്ഫിയർ ദീർഘദൂര റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയത്തിനും മറ്റുമൊക്കെ വിനിയോഗിക്കുന്നു. മീറ്റിയോറുകൾ, ഉൽക്കകളും മറ്റും ഭൂമിയിലേക്ക് കടന്നു വരുന്നത്, ലക്ഷക്കണക്കിന് മീറ്റിയോറുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നു പോലുമില്ല. ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ അറിയുന്നു പോലുമില്ല. കാരണം ഇത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തിപ്പോവുക. അന്തരീക്ഷത്തിൽ ഏത് പാളിയിൽ വെച്ച് കത്തിപ്പോകുന്നു? മിസോസ്ഫിയർ എന്ന പാളിയിൽ വെച്ച് കത്തിപ്പോകുന്നു എന്ന് പഠിച്ചു. അന്തരീക്ഷത്തിൽ സൂര്യനിൽ നിന്ന് വരുന്ന അതിഭീകരമായിട്ടുള്ള അൾട്രാ വയലറ്റ് തരംഗങ്ങളെയും കിരണങ്ങളെയും നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്ന് വിളിക്കാൻ കാരണം അന്തരീക്ഷത്തിൽ ഓസോൺ എന്ന ഒരു പാളി സൂര്യപ്രകാശവുമായി റിയാക്ട് ചെയ്ത് ഓക്സിജനിൽ രൂപീകൃതമാവുന്നുണ്ട്. ആ ഓസോൺ പാളി സൂര്യപ്രകാശത്തിലെ ഹാംഫുൾ ഘടകങ്ങളെ അവിടെ തടഞ്ഞു നിർത്തി ഭൂമിയിലേക്ക് വിടാൻ സഹായിക്കുന്നു. ഇതേ ഓസോൺ ട്രോപ്പോസ്ഫിയറിൽ നമുക്ക് കാണാൻ പറ്റും. ഓസോൺ എന്ന ഗ്യാസിന്റെ പ്രസൻസ് ട്രോപ്പോസ്ഫിയറിലും കാണാൻ പറ്റും. പക്ഷെ ട്രോപ്പോസ്ഫിയറിൽ കാണുന്ന ഓസോൺ എന്ന ഗ്യാസ് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. അത് പോയിസൺ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഇതേ ഓസോൺ നമുക്കൊരു സേവിയറുമാണ്. അപ്പൊ ആ രണ്ട് സ്വഭാവത്തിലും ഓസോൺ ഇവിടെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും സദാ ശ്വസിക്കുന്ന വസ്തുക്കളും പ്ലാന്റ്സും എല്ലാം ജീവിക്കുന്നത്, ഭൂമിയുടെ ബയോസ്ഫിയർ, ജീവമണ്ഡലം നിലനിൽക്കുന്നത് ഭൂമിയിൽ മഴ, കാറ്റ്, ചൂട്, വെയില്, മഞ്ഞ്, ചുഴലിക്കാറ്റ് ഒക്കെ പോലുള്ള പലതരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്, ഭൂമിയിൽ സാധാരണയായി കാണുന്ന ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളുടെ, വിമാനങ്ങളുടെ സഞ്ചാരം നടക്കുന്നത്, ഏറ്റവും അധികം ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ഡസ്റ്റും സ്മോക്കും ആഷും വാതകങ്ങളുടെ യൂണിഫോം മിക്സിങ്ങും ഒക്കെ കാണാൻ സാധിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ട്രോപ്പോസ്ഫിയർ എന്ന് പഠിച്ചു. ഈ ഓരോ അന്തരീക്ഷ പാളികളുടെയും തിക്നെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഏറ്റവും തിക്നെസ് ഉള്ളത്, ഏറ്റവും ഘനമുള്ളത് എക്സോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ, പിന്നെ ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ നമ്മൾ നോക്കി. താഴേക്ക് വരുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരുന്നത് കാണാം, കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ആവറേജ് കേവലം 13 കിലോമീറ്റർ മാത്രമാണ് ട്രോപ്പോസ്ഫിയറിന്റെ തിക്നെസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഈ ഘടകങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് അന്തരീക്ഷ പാളിയും അതിലേക്കുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ പ്രത്യേകിച്ച് നമ്മളൊരു അന്തരീക്ഷത്തിന്റെ മറ്റ് ക്ലൈമാറ്റിക് ഫിനോമിനാസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നതാണെങ്കിൽ പോലും അതേ സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മളൊരു ക്ലൗഡ്സിന്റെ ഫോർമേഷൻ പറയാനിടയായി. പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ് എന്നതിനെ വിളിക്കും. പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ് എന്നതിനെ വിളിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ നാക്രിയസ് ക്ലൗഡ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നാക്രിയസ് ക്ലൗഡ്സ് എന്ന് വിളിക്കാമെന്നും പഠിച്ചു. അതുപോലെ മിസോസ്ഫിയറിന്റെ കാര്യത്തിൽ നോക്ടിലൂസെന്റ് അല്ലെങ്കിൽ പോളാർ മിസോസ്ഫെറിക് ക്ലൗഡ്സ്, നോക്ടിലൂസെന്റ് ക്ലൗഡ് അല്ലെങ്കിൽ പോളാർ മിസോസ്ഫെറിക് ക്ലൗഡ് എന്ന് മിസോസ്ഫിയറിൽ കാണുന്നതും കണ്ടു. പക്ഷെ വാട്ടർ വേപ്പറും മറ്റുമൊക്കെ വളരെ വിരളമായിട്ട് മാത്രമാണ് മിസോസ്ഫിയറിൽ കാണുക. വളരെ വിരളമായിട്ട്, വളരെ സ്കെയർസ് ആണ്, വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. അത് വെച്ചുണ്ടാവുന്ന ഫോർമേഷനാണ് ഈ നോക്ടിലൂസെന്റ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം അന്തരീക്ഷ പാളികളിൽ എവിടെയും എന്തില്ല, ക്ലൗഡ് ഫോർമേഷൻസ് പറയാനില്ല. തുടങ്ങിയ വസ്തുതകൾ, അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത വസ്തുതകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം, മനസ്സിലുണ്ടാവണം. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ ഈ മേഖലയ്ക്കകത്ത് നിന്ന് വരിക. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഈ ഘടകങ്ങൾ ഒക്കെ തന്നെയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം ഇതിന്റെ MCQ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നല്ലപോലെ പഠിക്കുക. താങ്ക് യു.